സാധാരണഗതിയിൽ ഇത് മെഡിസിൻ പഠിച്ച ഡോക്ടർമാർ എടുക്കേണ്ട ക്ലാസ്സാണ്. അവരാണ് അതിന് യോഗ്യരായവർ. പക്ഷേ നമ്മൾ ഇപ്പോൾ ഈ രീതിയിൽ ഒരു ക്ലാസ് ഉദ്ദേശിച്ചതിൻ്റെ കാരണം വെച്ചാൽ ഒരു മെഡിക്കോ ലീഗൽ സിഗ്നിഫിക്കൻസിനെ കുറിച്ച് കാര്യമായിട്ട് പറയാൻ ഡോക്ടർമാരെക്കാൾ കൂടുതൽ അഡ്വക്കേഷനാണ് സാധിക്കുക എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഈ തരത്തിലൊരു ക്ലാസ് എടുക്കാൻ ആയിട്ട് തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് നമ്മൾക്ക് ഒരു ഏലിയൻ സബ്ജക്റ്റ് ആയതുകൊണ്ട് അതിൻ്റെതായ പരിമിതികൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ നോളജിൻ്റെ കുറവുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് വേണ്ട രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതേപോലെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പോലും അതിൻ്റെ പരിമിതി ഉണ്ടാവും. മെഡിക്കൽ ടേംസിൻ്റെ ഉച്ചാരണം മുതൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ അടക്കമുള്ള പല കാര്യങ്ങളിലും പല പരിമിതികളുണ്ടാവും. പക്ഷേ നമ്മൾ ഈ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ ഉദ്ദേശിച്ചത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ആ മെഡിക്കോ ലീഗൽ റെലവൻസിനെ കുറിച്ച് വക്കീലന്മാരുടെ ഒരു ആംഗിളിൽ നിന്ന് ഉള്ള ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ മറ്റ് സബ്ജക്ട്സിനെ കുറിച്ച് പറയുമ്പോൾ there is a saying to the effect that a successful advocate must have a knowledge of know something about everything and everything about something. അപ്പോൾ പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മെഡിക്കൽ സബ്ജക്ട്സ് പഠിക്കേണ്ടി വരും. മറ്റ് പല കാര്യങ്ങൾ, എൻജിനീയറിങ് അല്ലെങ്കിൽ സർവേ, അതുപോലെയുള്ള പല സബ്ജക്ട്സ്, എക്കണോമിക്സ്, ഹിസ്റ്ററി, സ്റ്റാറ്റിസ്റ്റിക്സ് അടക്കം ഇങ്ങനെ എല്ലാ സബ്ജക്ട്സും അതിനെക്കുറിച്ചെല്ലാം കുറെ എങ്കിലും പഠിച്ചിരിക്കേണ്ട ആവശ്യം ഓരോ കേസിൻ്റെ അനുസരിച്ചിട്ട് വരാറുണ്ട്. അതേപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഏരിയയിൽ നമ്മൾ എക്സ്പേർട്ട് ആയിരിക്കണം. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഫോറൻസിക് മെഡിസിനിലേക്ക് ഇന്നിപ്പം കിടക്കുന്നത്. ഫോറൻസിക് മെഡിസിൻ എന്ന് പറയുമ്പോൾ ആ ടേം ആദ്യമേ ഒന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് പോകാം. ഇന്ന് ഞാനൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. മൊത്തത്തിൽ പൊതുവായ കുറേ കാര്യങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പിന്നെ സമയത്തിനനുസരിച്ചിട്ട് ഫോറൻസിക് മെഡിസിൻ്റെ ഒരു ഏരിയയും കൂടെ കവർ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മളെ മെഡിക്കോ ലീഗൽ സിഗ്നിഫിക്കൻസിലേക്ക് പോകുന്നതിന് മുമ്പ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഫോറൻസിക് മെഡിസിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഫോറം എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം കോർട്ട് എന്നാണ്. ഫോറൻസിക് എന്ന് പറയുമ്പോൾ കോർട്ടിനെ സംബന്ധിക്കുന്ന മെഡിസിൻ, കോർട്ടിനെ സംബന്ധിക്കുന്ന മെഡിസിൻ, അതാണ് ഫോറൻസിക് മെഡിസിൻ എന്നുള്ള ആ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ നമ്മൾക്ക് ഫോറൻസിക് മെഡിസിനെ പ്രധാനമായിട്ടും രണ്ട് പാർട്ടായിട്ട് തിരിക്കാം. ഒന്ന് ക്ലിനിക്കൽ ഫോറൻസിക് മെഡിസിൻ. ക്ലിനിക്കൽ ഫോറൻസിക് മെഡിസിൻ എന്ന് പറയുമ്പോൾ ലിവിങ് പേഴ്സൺസിനെ സംബന്ധിക്കുന്ന, ലിവിങ് പേഴ്സണെ എക്സാമിൻ ചെയ്യുന്നതും അതിൻ്റെ മെഡിക്കോ ലീഗൽ റിലവൻസ്, അതിൻ്റെ പർപ്പസസ്, അതേപോലെ ലിവിങ് പേഴ്സൺസിനുണ്ടാകുന്ന ഇഞ്ചുറീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കവർ ചെയ്യുന്ന ഏരിയ ക്ലിനിക്കൽ ഫോറൻസിക് മെഡിസിൻ എന്നും, അതേപോലെ മരണത്തിന് ശേഷം ഡെത്ത് ആൻഡ് ഇറ്റ്സ് ആഫ്റ്റർ എഫക്ട്സ്, ആ ബ്രാഞ്ചിനെ താനാട്ടോളജി എന്ന് പറയും. താനാട്ടോളജി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം താനാട്ടോസ് എന്നുള്ളത് ഒരു ഗ്രീക്ക് ടേമാണ്. താനാട്ടോസ് എന്നുള്ള ഗ്രീക്ക് ടേമിൻ്റെ അർത്ഥം ഡെത്ത് എന്നാണ്. അപ്പോൾ താനാട്ടോളജി, ഡെത്തിനെ സംബന്ധിക്കുന്ന ആ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ്. ഇതാണ് ഫോറൻസിക് മെഡിസിൻ്റെ രണ്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബ്രാഞ്ചസ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഫോറൻസിക് മെഡിസിനിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾക്ക് കുറേ കാര്യങ്ങൾ അത്യാവശ്യമായിട്ടുള്ള അതിൻ്റെ ബേസിക് ആയിട്ടുള്ള, ഇപ്പോൾ നമ്മളെ ബോഡി പാർട്സ്, അതുപോലെ സാധാരണ ഉപയോഗിക്കുന്ന മെഡിക്കൽ ടേംസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുമായിട്ട് നമ്മൾക്കൊന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. അതിൽ ആദ്യമായിട്ട് അനാട്ടമിയെക്കുറിച്ച് നമ്മളൊരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് ആവശ്യമാണ്. അനാട്ടമി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ശരീരശാസ്ത്രം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദി ബ്രാഞ്ച് ഓഫ് സയൻസ് കൺസേൺഡ് വിത്ത് ദി ബോഡ്ലി സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻസ്. അതാണ് അനാട്ടമിയുടെ ഒരു ഡെഫിനിഷനായിട്ട് സാധാരണ പറയുന്നത്. അപ്പോൾ അനാട്ടമി ഞാനിപ്പോൾ
ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അനാട്ടമി, അതായത് സ്കൂൾ തലത്തിലും അല്ലെങ്കിൽ +2 തലം വരെ സാധാരണ കുട്ടികൾ പഠിക്കുന്ന അനാട്ടമി തന്നെയാണ്. അത്തരം കാര്യങ്ങൾ മാത്രം നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കറിയാം ഒരു ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ അധികം സിസ്റ്റംസ് ചേർന്നിട്ടുള്ളതാണ്. ബേസിക്കായിട്ട് ഏറ്റവും ബേസിക്കായിട്ട് പറയാവുന്നത് സ്കെൽറ്റൽ സിസ്റ്റം, ബോഡിയുടെ ഒരു കോർ ആയിട്ടുള്ള സിസ്റ്റം ആണ് സ്കെൽറ്റൽ സിസ്റ്റം. അപ്പോൾ സാധാരണ ഒരു മനുഷ്യന് ശരീരത്തിൽ 206 സ്കെൽട്ടൻസ് ആണ് സാധാരണഗതിയിലുണ്ടാവുക. അങ്ങനെ ബോഡിക്ക് ഷേപ്പ് കൊടുക്കുന്ന, ആ സ്ട്രക്ചറിന് ഷേപ്പ് കൊടുക്കുന്ന ആ സിസ്റ്റമാണ് സ്കെൽറ്റൽ സിസ്റ്റം. ദെൻ ഈ മസിൽസിനെ കൊണ്ടാണ് ഈ സ്കെൽട്ടനെ ബലപ്പെടുത്തി ബോഡി ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ 650 മസിൽസ് ആർ ദർ ഇൻ ദി ഹ്യൂമൻ ബോഡി. പിന്നെ ഇന്റേണൽ ഓർഗൻസ്, ഒരു ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഫങ്ഷൻസിന് വേണ്ട കാര്യങ്ങളെല്ലാം ഒരുക്കുന്നത് ഇന്റേണൽ ഓർഗൻസ് ആണ്. ജസ്റ്റ് ലൈക്ക് ദി എൻജിൻ ഓഫ് എ വെഹിക്കിൾ. 79 ഇന്റേണൽ ഓർഗൻസ് ആണ് സാധാരണ ഒരു ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാകുക. പിന്നെ ഇതുകൂടാതെ ഇതിനെ ബോഡിയെ കവർ ചെയ്യുന്ന സ്കിന്നുണ്ട്, അതുപോലെ വൈറ്റൽ സർക്കുലേഷൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ബ്ലഡ് വെസൽസ്, അതേപോലെ ഫ്ലൂയിഡ്സ് സർക്കുലേറ്റ് ചെയ്യുന്ന വെസൽസ് ഉണ്ട്. നെർവ്സ് ആണ് നമ്മളെ ബോഡി ഫങ്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന നെർവ്സ് ഉണ്ട്. ഇതുകൂടാതെ ടെൻഡൻസ് ആൻഡ് ലിഗമെന്റ്സ്, അതും കൂടി നമ്മളൊന്ന് കണ്ടുപോകണം. അതായത് മസിൽസിനെ ബോൺസുമായിട്ട് കണക്ട് ചെയ്യുന്ന ബോഡി പാർട്ട് ആണ് ടെൻഡൻസ്. ആൻഡ് ബോൺസും രണ്ട് ബോണുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ബോഡി പാർട്ടാണ് ലിഗമെന്റ്സ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരു ഹ്യൂമൻ ബോഡി നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇനി കുറച്ചും കൂടെ കാര്യങ്ങൾ, അനാട്ടമിയിൽ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ. ഒന്ന്, അനാട്ടമിക്കൽ പൊസിഷൻ. അതായത് എപ്പോഴും ഒരു അനാട്ടമി പറയുമ്പോൾ അനാട്ടമിക്കൽ പൊസിഷൻ എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അനാട്ടമിക്കൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ, ഞാനൊന്ന് എഴുന്നേറ്റ് നിന്നിട്ട് കാണിക്കാം, സ്ക്രീനിലുമുള്ള ഫുള്ളായിട്ട് കാണുന്നുണ്ടോന്ന് അറിയില്ല. അതായത് നമ്മൾ ഈ രീതിയിൽ, അതായത് കൈ മുന്നോട്ടാക്കി നിവർന്ന് നിൽക്കുന്ന ഈ ഒരു പൊസിഷനാണ് അനാട്ടമിക്കൽ പൊസിഷൻ എന്ന് പറയുന്നത്. പിന്നെ ഉള്ള 2 പൊസിഷൻസും കൂടെ സാധാരണ, അതായത് മലർന്നു കിടക്കുന്ന പൊസിഷൻ, അതിന് സുപ്പൈൻ പൊസിഷൻ എന്ന് പറയും. സാധാരണ ഒരു ബോഡി എക്സാമിനേഷന് വേണ്ടിയിട്ട്, പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ടൊക്കെ ആദ്യമേ ഈ സുപ്പൈൻ പൊസിഷനിലാണ്, മലർത്തിയാണ് കിടത്തുക. അതേപോലെ കമിഴ്ന്ന് കിടക്കുന്ന പൊസിഷന് പ്രോണേറ്റ് പൊസിഷൻ എന്ന് പറയും. അപ്പോൾ ഒരു മിനിറ്റ്. ഓക്കെ. അപ്പോൾ അനാട്ടമിക്കൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ നിൽക്കുന്ന, മുന്നോട്ട് കൈ നിവർത്തി വെച്ചിട്ട് നിൽക്കുന്ന പൊസിഷൻ. സുപ്പൈൻ പൊസിഷൻ മലർന്ന് കിടക്കുന്നതും, പ്രോണേറ്റ് പൊസിഷൻ കമിഴ്ന്ന് കിടക്കുന്നതുമായിട്ടുള്ള പൊസിഷൻസ്. ഇതാണ് അനാട്ടമിക്കൽ പൊസിഷൻസ് എന്ന് പറയുന്നത്. ഇനി ബോഡി മൂവ്മെന്റ്സിന്റെ സിഗ്നിഫൈ ചെയ്യുന്ന 2 ടേംസും. ഒന്ന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള, അതായത് ബോഡി പാർട്ട് ഒരു നിവർത്തുന്ന ആക്ഷൻ. ഇപ്പോൾ കൈ ആണെങ്കിൽ കൈ നിവർത്തുന്ന ആക്ഷൻ, അല്ലെങ്കിൽ ശരീരമാണെങ്കിൽ നിവർത്തുന്ന ആക്ഷൻ, അതിന് എക്സ്റ്റൻഷൻ എന്നും, ചുരുക്കുന്ന ആക്ഷന്, മടക്കുന്ന ആക്ഷന് ഫ്ലക്ഷൻ എന്നും പറയും ബേസിക് ആയിട്ട്. ഇനി നമുക്ക് ബോഡി പാർട്സ് ഒന്ന് നോക്കാം. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാനതൊന്ന് അനാട്ടമിക്കൽ ആംഗിളിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നേ ഉള്ളൂ. അതായത് പ്രധാനമായിട്ട് നമ്മളെ ബോഡി പാർട്സിനെ നമുക്ക് 3ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഹെഡ്, ട്രങ്ക് ആൻഡ് ലിംസ്. ലിംസ് എന്ന് പറയുമ്പം അപ്പർ ലിംസ്, കൈകൾ അപ്പർ ലിംസും കാലുകൾ ലോവർ ലിംസും. ഇങ്ങനെയാണ് പ്രധാനമായിട്ട് നമ്മൾ ബോഡി പാർട്സ്
ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഓരോ പാർട്ടിലും പ്രത്യേകതകൾ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം, അല്ലെങ്കിൽ ഓരോ പാർട്ടിലും എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഇന്റേണൽ ഓർഗൻസിനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് പറയാം. ഹെഡ് ആസ് യു നോ, ദ മെയിൻ ഇന്റേണൽ ഓർഗൻ ഈസ് ബ്രെയിൻ. ഓക്കെ, ബാക്കി ബ്രെയിൻ്റെ കവറിങ്ങും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ പ്രധാനമായിട്ടും ഹെഡിലെ ഉള്ള ഇന്റേണൽ ഓർഗൻ ബ്രെയിൻ. ദെൻ കമ്മിങ് ടു ദി ട്രങ്ക് പാർട്ട്, നമ്മളെ ബോഡിയുടെ കഴുത്തിൻ്റെ താഴേക്ക് കാലിൻ്റെ വരെയുള്ള ഭാഗം ട്രങ്ക്. ആ ട്രങ്കിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത് നമുക്കറിയാം. മേൽഭാഗം തൊറാക്സ്, താഴ്ഭാഗം അബ്ഡമൻ, അതിനിടയിൽ ഡയഫ്രം ഉണ്ട്. ആ ഡയഫ്രത്തിൻ്റെ മേലെയുള്ള ഭാഗം തൊറാക്സ് എന്നും ഡയഫ്രത്തിൻ്റെ താഴെയുള്ള ഭാഗം അബ്ഡമൻ എന്നും പറയുന്നു. ഇനി ഈ തൊറാക്സിലുള്ള ഇന്റേണൽ ഓർഗൻസ് പ്രധാനമായിട്ടും ലങ്സ് ആൻഡ് ഹാർട്ട്, തൊറാക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റേണൽ ഓർഗൻസ്. അബ്ഡമനിലുള്ള ഇന്റേണൽ ഓർഗൻസും കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അബ്ഡമനിലുള്ള ഇന്റേണൽ ഓർഗൻസ് ലിവർ, സ്പ്ലീൻ, സ്റ്റൊമക്, പാൻക്രിയാസ്, ഗാൾ ബ്ലാഡർ, ഇൻഡസ്റ്റൈൻസ്, കിഡ്നി, റക്ടം എക്സെട്ര. അപ്പോൾ ഇതൊക്കെയാണ് അബ്ഡമനിലുള്ള ഇന്റേണൽ ഓർഗൻസ്. നമുക്ക് ഈ ഫോറൻസിക് മെഡിസിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് നമുക്ക് മനസ്സിലാക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഇഞ്ചുറീസിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴൊക്കെ ഈ ഇന്റേണൽ ഓർഗൻസിന്റെ പൊസിഷൻസും കൂടി അറിഞ്ഞു പോകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തൊറാക്സിൽ ലങ്സ് ആൻഡ് ഹാർട്ട്. ലങ്സ് ഓൾമോസ്റ്റ് തൊറാസിക് കാവിറ്റി നിറഞ്ഞ് നിൽക്കുന്നു. അതിൻ്റെ രണ്ട് ലോബ്സ് ആണ്. ആ ലോബ്സിന്റെ ഉള്ളിലായിട്ടാണ് ഹാർട്ടിന്റെ പൊസിഷൻ. ഹാർട്ട് ഓൾമോസ്റ്റ് പ്ലേസ്ഡ് ഇൻ ദി സെന്റർ ഓഫ് ദി തൊറാസിക് കാവിറ്റി. ഓക്കെ, അത് നമുക്ക് വലിയ കൺഫ്യൂഷൻ ഇല്ല, പെട്ടെന്ന് അറിയാവുന്നതാണ്. ഇനി നമുക്ക് അബ്ഡമനിലേക്ക് വരുമ്പോൾ, അബ്ഡമനിൽ ഉള്ള ഇന്റേണൽ ഓർഗൻസിൽ നമുക്ക് സ്റ്റൊമക്, നമ്മളെ ആമാശയത്തെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആമാശയത്തെ ഒരു സെൻട്രൽ പോയിന്റ് ആയിട്ട് കണ്ടിട്ട് ബാക്കിയുള്ള ഇന്റേണൽ ഓർഗൻസിന്റെ പൊസിഷൻ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ആവശ്യമാണ്. കാരണം പ്രത്യേകിച്ച് ഇഞ്ചുറിയുടെ കാര്യം വരുമ്പോൾ എക്സ്റ്റേണൽ ഇഞ്ചുറിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റേണൽ ഇഞ്ചുറി ഇന്റേണൽ ഓർഗൻസിനെ അഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ഘട്ടം വരുമ്പോൾ ഈ ഒരു കമ്പാരിറ്റീവ് പൊസിഷൻ വളരെ ആവശ്യമാണ്. അപ്പോൾ ഓൾമോസ്റ്റ് അബ്ഡമന്റെ നടുഭാഗത്തായിട്ട് ആണ് സ്റ്റൊമക്ക് വരിക. സ്റ്റൊമക്കിന്റെ വലതുവശത്ത് ആയിട്ട് ലിവർ റൈറ്റ് സൈഡിലാണ്. അതേപോലെ സ്പ്ലീൻ വലതുവശത്ത് നിന്ന് ഇടതുവശത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സ്പ്ലീൻ ഒരു കട്ടി കുറഞ്ഞ നീളത്തിൽ വരുന്ന, ഒരറ്റത്തേക്ക് എത്തുമ്പോൾ നീളം വീതി കുറഞ്ഞു വരുന്ന ഓർഗനാണ് സ്പ്ലീൻ. അപ്പോൾ സ്പ്ലീനിന്റെ വാല് പോലുള്ള അറ്റം ഇടതുവശത്തേക്ക് നീണ്ടുവരും അബ്ഡമന്റെ സൈഡിൽ നിന്ന്. ദെൻ പാൻക്രിയാസ്, ഇതിന്റെ സൈഡിലായിട്ട് നമ്മളെ ഈ ഡയഫ്രത്തിന്റെ അടിഭാഗത്തായിട്ടാണ് പാൻക്രിയാസ് വരിക. പിന്നെ ഗാൾ ബ്ലാഡർ വരുന്നത് ലിവറിന്റെ ഫ്ലാപ്പുകളുടെ ഇടയിലായിട്ടാണ് ഗാൾ ബ്ലാഡർ വരിക. പിന്നെ ഇൻഡസ്റ്റൈൻസ് ലാർജ് ഇൻഡസ്റ്റൈൻ ആൻഡ് സ്മോൾ ഇൻഡസ്റ്റൈൻ, അത് രണ്ടും നമ്മളെ സ്റ്റൊമക്കിന്റെ ആമാശയത്തിന്റെ അടിവയറിന്റെ ഭാഗത്തേക്കായിട്ട് വരുന്നു. ഇനി പ്രധാനമായിട്ടുള്ള രണ്ട് ഓർഗൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കിഡ്നി വരുന്നത് ബാക്കിലായിട്ട്, അതായത് നമ്മളെ നട്ടലിനോട് ചേർന്ന് നട്ടലിന്റെ രണ്ട് സൈഡിലുമായിട്ടാണ് കിഡ്നി വരുന്നത്. കിഡ്നിയുടെ ഏകദേശം അടുത്തായിട്ട് തന്നെയാണ് പ്ലീഹ എന്ന് മലയാളത്തിൽ പറയുന്ന സ്പ്ലീനും വരുന്നത്. ഏകദേശം ഇതാണ് ഇന്റേണൽ ഓർഗൻസിന്റെ ഒരു പൊസിഷൻ നമുക്ക് പറയാൻ പറ്റുന്നത്. നൗ നമുക്ക് സ്കെൽട്ടന്റെ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാം.
സ്കെൽട്ടൻ, ഓരോ ബോഡി പാർട്ടിലുള്ള സ്കെൽട്ടൽ പാർട്സും ആ ഓരോ ബോണിന്റെ പേരുകളും ഒന്ന് മനസ്സിലാക്കി പോകേണ്ടത് ആവശ്യമാണ്. ഞാൻ പറഞ്ഞു സാധാരണഗതിയിൽ 206 ബോൺസ് ആണ് ഒരാളുടെ ശരീരത്തിലുള്ളത്. അതിൽ ആദ്യമേ നമ്മളെ ഹെഡ് എടുത്തിട്ടുണ്ടെങ്കിൽ തലയിൽ 22 ബോൺസ് ഉണ്ട്. തലയെ തന്നെ നമുക്ക് 2 പാർട്ടായിട്ട് തിരിക്കാം. ഒന്ന് ക്രേനിയം, നമ്മളെ തലയോട്ടി എന്ന് പറയുന്ന ഭാഗവും, പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളും. അപ്പോൾ തലയിൽ നമ്മളെ ലോവർ ജോ എന്ന് നമ്മൾ സാധാരണ പറയുന്ന ഈ ബോണിന് മാൻഡിബിൾ എന്ന് പറയും. അപ്പർ ജോയ്ക്ക് മാക്സില എന്നാണ് പറയുക. 2 മാക്സിലറി ബോൺസ് ചേർന്നാണ്. മാൻഡിബിൾ ഒറ്റ സിംഗിൾ ബോണാണ്. അതേസമയം മാക്സില എന്ന് പറയുന്നത് 2 വശത്തായിട്ട് ഓരോ ബോൺസ് ഉണ്ട്. ദെൻ ചെവിക്കുള്ളിൽ ചെറിയ ചെറിയ ബോൺസ് ഉണ്ട്. അതിൻ്റെ പേരുകൾ നമ്മൾ വലിയ പ്രധാനപ്പെട്ടതല്ല. പിന്നെ ഈ ഭാഗത്ത് സൈഗോമാറ്റിക് ബോൺസ് എന്ന് പറയും. ദെൻ സ്ഫിനോയിഡ് ബോൺസ്, എത്തിമോയിഡ് ബോൺസ്, ഇങ്ങനെ 2 സെറ്റ് ബോൺസ് ഈ ഭാഗത്തുണ്ട്. സ്ഫിനോയിഡ് സ്വല്പം ഈ സൈഡിലേക്കായിട്ടും എത്തിമോയിഡ് എന്ന് പറയുന്നത് ഈ കണ്ണിൻ്റെ ഈ ഭാഗത്തായിട്ടും. ഇങ്ങനെ തലയുടെ നമ്മളെ ഫ്രണ്ടിൽ ആയിട്ട് വരുന്ന ബോൺസ് ഉണ്ട്. ഇനി നമ്മളെ തലയോട്ടിയിലേക്ക് പോയാൽ ക്രേനിയത്തിൽ ഉള്ള ബോൺസിൻ്റെ കൂടി പേരൊന്ന് മനസ്സിലാക്കി പോകേണ്ടത് ആവശ്യമാണ്. ക്രേനിയത്തിൽ ഇപ്പം മുന്നെന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഈ ബോൺ, ഇത് ഫ്രോണ്ടൽ ബോൺ എന്ന് പറയും. നമ്മൾ നെറ്റി ഭാഗം ഫ്രോണ്ടൽ ബോൺ നല്ല ഹാർഡായിട്ടുള്ള ബോണാണ്. ഫ്രോണ്ടൽ ബോണിൻ്റെ ഇങ്ങ് സൈഡിലേക്ക് വന്ന് ഈ ചെവിയുടെ ഭാഗം ഒക്കെ ചേർന്ന് വരുന്ന ബോൺസിന് ഓസിപെറ്റൽ ബോൺ ഓസിപെറ്റൽ ബോൺ ബാക്കിലാണ്. നമ്മളെ ഈ ഭാഗത്തുള്ള ബോണിന് ടെമ്പറൽ ബോൺസ് എന്നാണ് പറയുന്നത്. നമ്മളെ ടെമ്പിൾ എന്ന് പറയുന്നത് തലയുടെ ചെന്നി സൈഡ് ഭാഗം. ഈ ക്രേനിയത്തിൽ, അതായത് തലയോട്ടിലുള്ള ബോണുകളിൽ കമ്പാരിറ്റീവായിട്ട് കട്ടി കുറഞ്ഞ ബോണാണ് ടെമ്പറൽ ബോൺസ്. ആ ഭാഗത്ത് സ്ട്രൈക്ക് ചെയ്താൽ പെട്ടെന്ന് ബോണ് ഫ്രാക്ചർ ഉണ്ടാകാൻ സാധ്യതയുള്ള ആണ് ടെമ്പറൽ ബോൺസ്. ദെൻ ഈ സൈഡിൽ ഇങ്ങനെ മേലേക്ക് നമ്മളെ തലയുടെ മേൽഭാഗം വെർട്ടെക്സ് വരെ എത്തുന്ന ഭാഗം 2 പരേറ്റൽ ബോൺസ്. ദെൻ തലയുടെ ബാക്കിലെ ബോണിന് ആണ് ഓസിപെറ്റൽ ബോൺ എന്ന് പറയാം. ഇത്രയാണ് നമ്മളെ ഈ തലയോട്ടിയിൽ ഉള്ള പ്രധാനമായിട്ടുള്ള ബോൺസ്. നമ്മളെ ക്രേനിയത്തിലുള്ള പ്രധാനപ്പെട്ട ബോൺസ് അത്രയാണ് വരുന്നത്. ഇനി അടുത്തത് നമ്മൾ ട്രങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മളെ സ്പൈൻ, നട്ടല്. സ്പൈൻ കൺസിസ്റ്റ് ഓഫ് വെർട്ടിബ്രേ. നമുക്കറിയാം, ഓരോ പ്രത്യേകമായിട്ടുള്ള വെർട്ടിബ്രകൾ ചേർന്നിട്ട് ഉള്ള ഒരു സ്ട്രക്ചറാണ്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നമ്മളെ സ്പൈൻ. അപ്പോൾ ജനിക്കുമ്പോൾ 33 വെർട്ടിബ്രേ ആണ് സാധാരണ ഉണ്ടാകുക. പക്ഷേ അത് ആള് വളരുന്നതനുസരിച്ചിട്ട് പ്രായപൂർത്തി എത്തുമ്പോഴേക്കും പല വെർട്ടിബ്രകളും തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ എണ്ണം കുറഞ്ഞു വന്ന് 25ലേക്ക് എത്തും. അപ്പോൾ ആ വെർട്ടിബ്രയുടെ ഓരോ പാർട്ടിനും പ്രത്യേകം പേരുണ്ട്. കഴുത്തിൻ്റെ വെർട്ടിബ്രയ്ക്ക് സെർവിക്കൽ വെർട്ടിബ്ര എന്നാണ് പറയുക. കഴുത്തിൽ 7 സെർവിക്കൽ വെർട്ടിബ്ര. ദെൻ അതിൻ്റെ താഴത്തെ തൊറാസിക് വെർട്ടിബ്ര 12 എണ്ണം. ദെൻ അതിൻ്റെ താഴ്ഭാഗം ലോവർ ബാക്ക് ലംബാർ വെർട്ടിബ്ര 5 എണ്ണം. പിന്നെ അതിൻ്റെ താഴെ വാല് പോലെ വരുന്ന ഭാഗത്ത് അതിന് സാക്രം എന്നാണ് പറയുക. ചെറുപ്പത്തിൽ അത് 5 എണ്ണമായിട്ട് 5 ബോൺസ് ചേർന്നതാണ്. അതിൻ്റെ താഴെ നീണ്ട് നിൽക്കുന്ന വാല് പോലത്തെ ഏറ്റവും അറ്റത്തിന് കോക്കിക്സ് എന്നാണ് പറയുക, ഒരു എല്ല്. ഈ കോക്കിക്സിൻ്റെ തൊട്ട് മേലെയുള്ള സാക്രം എന്ന് പറയുന്ന ആ ഭാഗം പ്രായപൂർത്തിയാകുമ്പോഴേക്കും ഫ്യൂസ് ചെയ്തിട്ട് ഒറ്റ ബോൺ ആയിട്ടാണ് കാണുക. അപ്പോൾ
വളർച്ചയുടെ ഘട്ടത്തിൽ ഇത് തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് അങ്ങനെ വെർട്ടിബ്രയിലെ എല്ലുകളുടെ എണ്ണം കുറയുന്നുണ്ട്. അതാണ് നമ്മളെ ട്രങ്കിലുള്ള ബോൺസിന്റെ. പിന്നെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിബ്സ് ദെൻ നടുഭാഗത്ത് സ്റ്റെർണം. ഇത്രയാണ് ഇപ്പോൾ നമുക്ക് ഏകദേശമായിട്ട് നമ്മളെ ട്രങ്കിലെ ബോൺസിന്റെ കാര്യം പറഞ്ഞാൽ. ഇനി കൈയുടെ കാലിലെയും ബോൺസിന്റെയും കൂടി പേരുകളൊന്ന് മനസ്സിലാക്കി പോകുന്ന നമുക്ക് ആവശ്യമാണ്. അപ്പർ ലിംസ്, കൈയുടെ പാർട്ടായിട്ടാണ് നമ്മളെ തോൾപ്പലക, ട്രങ്കിനോട് ചേർന്നിട്ട് സ്കാപ്പുല, തോൾപ്പലക ബാക്കിൽ സ്കാപ്പുല എന്ന് പറയുന്നു. പിന്നെ കൈയുടെ ഈ മുട്ടിന് മേലെയുള്ള ബോണ്, ഇത് ഹ്യൂമറസ് എന്നാണ്, HUMEROUS, ഹ്യൂമറസ് എന്നാണ് ഈ ബോണിന്റെ പേര്. ദെൻ കൈയുടെ താഴേക്ക് വരുമ്പോഴേക്കും 2 ബോൺസ് ആണ്. മേൽഭാഗത്തുള്ളത് ഈ ബോണിന് റേഡിയസ് എന്നും താഴത്തതിന് അൾന, ഈ 2 ബോൺസ്. പിന്നെ കൈയിലേക്ക് വരുമ്പോൾ കൈയുടെ കുഴയിൽ 8 ബോൺസ് ഉണ്ട്. ചെറിയ ചെറിയ ബോൺസ് ചേർന്നിട്ടാണ് കൈക്കുഴ വന്നിരിക്കുന്നത്. നമ്മളെ എല്ലാ ഭാഗത്തേക്കുമുള്ള മൂവ്മെന്റ്സിന് വേണ്ടിയിട്ട് 8 ബോൺസ് ചേർന്നിട്ടുള്ള കാർപ്പൽ ബോൺസ്, 8 കാർപ്പൽ ബോൺസ്. ആ ഓരോ ബോൺസിനും പ്രത്യേകം പേരുകളുണ്ട്. അതിനെക്കുറിച്ച് നമ്മളിപ്പം ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ഈ 8 എണ്ണം ചേർന്നിട്ട് അതിനുള്ളിലൊരു ഗ്രൂവ് പോലെ ഉണ്ട്, കാർപ്പൽ ടണൽ എന്ന് പറയും. അങ്ങനെ ആണ് അതിന്റെ ഫോർമേഷൻ. ഈ കാർപ്പൽ ബോൺസ് കഴിഞ്ഞാൽ വിരലിലേക്ക് കണക്ട് ചെയ്യുന്ന ബോൺസ് ഉണ്ട്, ഓരോ വിരലിനും. അത് 5 എണ്ണം, മെറ്റാകാർപ്പൽ ബോൺസ്. പിന്നെ വിരലുകളിലെ ചെറിയ ബോൺസ്, ഈ 4 വിരലുകളിലുള്ള 3 എണ്ണം വീതവും പെരുവിരലിന്റെ 2 എണ്ണം, അതിന് ഫലാഞ്ചസ് എന്നാണ് പറയുന്നത്, PHALANGES, ഫലാഞ്ചസ്. ഇതാണ് നമ്മളെ കയ്യിലെ ബോൺസിന്റെ പേരുകൾ. ഇനി ലോവർ ലിംബിലേക്ക് പോയാൽ കാലിന്റെ തൊടയലിന്റെ പേര് ഫീമർ, FEMUR, ഫീമർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ എല്ല് ഫീമറാണ്. അപ്പോൾ ഫീമറിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളെ ഹിപ്ബോണിന്റെ കാര്യം അതിനോട് ചേർത്ത് പറയുന്നത് ആണ്. അതായത് നമ്മളെ ഫീമർ കണക്ട് ചെയ്തിരിക്കുന്നത് ഹിപ്ബോണിലേക്കാണ്. നമ്മളെ ട്രങ്കിന്റെ ഏറ്റവും താഴ്ഭാഗത്ത് ഹിപ്ബോണും അതിൻ്റെ അതിനോട് ചേർന്നിട്ട് ഫീമർ. അതായത് ഹിപ്ബോണിന് പെൽവിക് ബോൺ എന്നാണ് പറയുന്നത്, പെൽവിസിന്റെ താഴെ ഫീമർ, ഏറ്റവും വലിയ ബോൺ. പിന്നെ കാലിന്റെ മുട്ട് ചിരട്ട എന്ന് പറയുന്ന പാർട്ടിനെ പറ്റേല, PATELLA, പറ്റേല എന്നാണ് പറയുന്നത്. പിന്നെ കാൽമുട്ടിന് താഴത്തേക്കുള്ള ഭാഗത്ത് നമ്മളെ ബോഡിയുടെ വെയിറ്റ് ബെയർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോണാണ് ടിബിയ. കയ്യിൽ 2 ബോണുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ കാലിനും മുട്ടിന് താഴെ 2 ബോൺസ് ഉണ്ട്. അതിൽ നമ്മൾ ഫ്രണ്ടിലായിട്ട് കാണുന്ന ആ സ്ട്രോങ് ആയിട്ടുള്ള ബോണാണ് ടിബിയ. അതിൻ്റെ ബാക്കിലായിട്ട് സൈഡിലായിട്ട് വരുന്ന കുറച്ച് കമ്പാരിറ്റീവ്ലി ചെറിയതായിട്ടുള്ള ലോങ് ബോണാണ് ഫിബുല. ടിബിയയും ഫിബുലയും മുട്ടിന് താഴെ. പിന്നെ കാലിന്റെ കുഴഭാഗത്ത് നമ്മളെ കയ്യിലുള്ള കാർപ്പൽ ബോൺ പോലെ തന്നെ 8 ടാർസൽ ബോൺ, TARSAL ബോൺ, ടാർസൽ ബോൺസ് ഉണ്ട്. അതും കാലിന്റെ കുഴഭാഗത്ത് മൂവ്മെന്റിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ കാലിന്റെ ഈ ടാർസൽ ബോൺസിൽ നിന്ന് വിരലുകളിലേക്ക് പോകുന്ന കയ്യിൽ ഇതുപോലെയുള്ള ആ 5 ബോണുകൾക്ക് മെറ്റാടാർസൽ, മെറ്റാടാർസൽ ബോൺസ് എന്ന് പറയും. പിന്നെ കാൽവിരലിലുള്ള ചെറിയ ബോൺസിന് അതിനും ഫലാഞ്ചസ് തന്നെയാണ് പറയുക. ഇനി ഇതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ പറയാതെ പോയ 2 ബോൺസ് കൂടിയുണ്ട്, നമ്മുടെ ലോങ് ബോൺസ്, ക്ലാവിക്കിൾസ്. തോളലിന്റെ ബോൺസിന് ക്ലാവിക്കിൾസ് എന്ന് പറയും. അപ്പോൾ ഈ ക്ലാവിക്കിളിന് ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ശരീരത്തിലുള്ള ബോൺസിനെ പ്രധാനമായിട്ടും 2 തരത്തിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ലോങ് ബോൺസ്, അതായത് കയ്യിലെയും കാലിലെയും ഒക്കെ
നീണ്ട ബോൺസ് ലോങ് ബോൺസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് ബോൺസ് എല്ലാം സാധാരണഗതിയിൽ എന്താ വെർട്ടിക്കൽ ആണ് അതിൻ്റെ ഒരു പൊസിഷൻ. അതേസമയം ലോങ് ബോൺസിൽ ഈ ക്ലാവിക്കിൾ 2 ബോൺസ് മാത്രമാണ് ഹൊറിസോണ്ടൽ ആയിട്ട് സാധാരണഗതിയിൽ അപ്പിയർ ചെയ്യുന്നത്. ഇതാണ് ക്ലാവിക്കിളിൻ്റെ പ്രത്യേകത. അപ്പോൾ ഏകദേശം നമ്മളെ ബോഡിയിലെ ബോൺസിൻ്റെ പേരുകളും അതിൻ്റെ ഒരു പൊസിഷൻ ഡിസ്ക്രിപ്ഷനാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരു വൂണ്ട് സർട്ടിഫിക്കറ്റിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിലായാലും ഉള്ള ഡിസ്ക്രിപ്ഷനിൽ ബോൺസിൻ്റെ പേര് പ്രത്യേകമായിട്ട് പറയും. അപ്പോൾ അതിനെ അതിൻ്റെ കമ്പാറ്റീവ് പൊസിഷനും ഏതാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഈ പേരുകൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമായതുകൊണ്ടാണ് അത്രയും പറഞ്ഞു പോയത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഏകദേശം നമ്മളെ സ്കെൽറ്റനെ കുറിച്ച് പറയാവുന്നത്. എൻ്റെ സൗണ്ട് വോളിയം ആവശ്യമുണ്ടല്ലോ അല്ലേ പ്രമോദ്? അപ്പോൾ അധികം സ്ട്രെയിൻ ചെയ്യാതിരിക്കാൻ നമ്മൾ സമയം എത്ര എളുപ്പം അറിയാത്തതുകൊണ്ട് കുറച്ച് സൗണ്ട് കുറച്ചാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും കേൾക്കാമല്ലോ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഏകദേശം നമ്മളെ ബോൺസ്. ഇനി കുറച്ച് കാര്യങ്ങളും കൂടി, അതായത് നമ്മളെ അനാട്ടമിയിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ, അതായത് ക്രിമിനൽ കേസ് നടത്തുന്നവർക്ക് പ്രത്യേകിച്ച് അറിയാം. വൂണ്ട് സർട്ടിഫിക്കറ്റിലും പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിലും ഒക്കെ കുറേ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് നമ്മൾ വായിക്കാം, ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് വായിക്കാം, പക്ഷെ എന്നാലും അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ട്. ചില സിമ്പിൾസ്, അതേപോലെ ചില ടേംസ് ഇതെന്താണ് എഴുതിയിരിക്കുന്നത് മനസ്സിലാക്കുക. ഇപ്പോൾ സിമ്പിൾ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രാക്ചറിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ ഇങ്ങനെ ഒരു സിമ്പിളാണ് സാധാരണഗതിയിൽ കാണുക. ഇങ്ങനെ സിമ്പിൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതോ ബോണിന്റെ ഫ്രാക്ചർ. അപ്പം ഫ്രാക്ചർ ഓഫ് ടിബിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫ്രാക്ചർ ഓഫ് റേഡിയസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, കൈയുടെ ഈ ബോണിൽ ഫ്രാക്ചർ. അപ്പോൾ അത് ഏത് ഭാഗത്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്, നടുഭാഗത്താണെന്നുണ്ടെങ്കിൽ ഫ്രാക്ചർ ഓൺ ദി മിഡിൽ ഓഫ് ദി റേഡിയസ്. അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് ഫ്രാക്ചർ ഇത് കാണിച്ചിട്ട് ടിബിയ അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എല്ലിന് ഫ്രാക്ചർ എവിടെയാണ്, നടുഭാഗത്താണെങ്കിൽ മിഡിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലപ്പം താഴ്ഭാഗത്തേക്ക് കുറച്ചും കൂടെ മാറിയിട്ടാണെന്നുണ്ടെങ്കിൽ ലോവർ 1/3, അല്ല ഇനി മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ അപ്പർ 1/3, ഏത് ഭാഗത്താണെന്നുള്ളത്. കാരണം എഴുതുമ്പോൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഇതൊന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതേ പറ്റുള്ളൂ. അതേസമയം പിക്ചർ ഉണ്ടെങ്കിൽ പിക്ചറിൽ നോക്കിയിട്ട് ഇന്ന ഭാഗത്താണെന്ന് നോട്ടിഫൈ ചെയ്യാം. പക്ഷെ ഇത് എഴുതുമ്പം ഇങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതുകൂടാതെ വേറെ കുറച്ച് ടേംസും കൂടി അനാട്ടമിക്കലായിട്ടുള്ളത് നമ്മൾ സാധാരണ ഈ സർട്ടിഫിക്കറ്റുകളിൽ കാണും. അപ്പോൾ അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ആ ടേംസും കൂടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ഒന്ന് പരിചയപ്പെടുത്താം. അതായത് സാധാരണ ഇതിൽ ട്രങ്കിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്, മുൻഭാഗം ആണെന്നുണ്ടെങ്കിൽ മുൻഭാഗം ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ ഉപയോഗിക്കുന്ന അനാട്ടമിക്കൽ ടേംസ് ആണ് വെൻട്രൽ ഓർ ആൻറ്റീരിയർ. ഓൺ ദി വെൻട്രൽ പാർട്ട് ഓഫ് ദി ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്, അല്ലെങ്കിൽ ആൻറ്റീരിയർ, അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫ് ട്രങ്ക്. അതാണ് ഈ വെൻട്രൽ ഓർ ആൻറ്റീരിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രങ്കിന്റെ മുൻഭാഗം. അതേപോലെ പുറം ഭാഗത്തിനാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഡോർസം എന്ന് പറഞ്ഞാൽ പുറം എന്നാണ്, ഡോർസൽ ഓർ പോസ്റ്റീരിയർ ആസ്പെക്ട് എന്ന് പറയും. ഒരു ഇഞ്ചുറി വന്നിരിക്കുന്നത് ഓൺ ദി വെൻട്രൽ പാർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് മുന്നിലാണ് നമ്മൾ മനസ്സിലാക്കണം. ഓൺ ദി ഡോർസൽ പാർട്ട് ഓർ പോസ്റ്റീരിയർ പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിലാണ് എന്ന് മനസ്സിലാക്കാം. പിന്നെ സാധാരണ ഉപയോഗിക്കുന്ന 2 ടേംസ് ആണ് മീഡിയൽ ആൻഡ് ലാറ്ററൽ. ഇത് മീഡിയൽ ആൻഡ് ലാറ്ററൽ എന്ന് നമുക്ക് ഉള്ളത് ഒന്ന് മനസ്സിലാക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയുടെ ട്രങ്കിന്റെ ഈ നടുഭാഗത്തോടെ ഒരു പ്ലെയിൻ, അതായത് ഉദാഹരണത്തിന് ഒരു ഇതേപോലെ ഉള്ള ഒരു സാധനം അങ്ങ് കടത്തി അങ്ങ് വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ നടുഭാഗത്തോട് വരുന്ന ആ പ്ലെയിൻ, അതിനാണ് മീഡിയൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ആ പ്ലെയിനോട് അടുത്ത് വരുന്ന ഭാഗത്തിന് മീഡിയൽ ആസ്പെക്ട് എന്നും ദൂരേക്ക് പോകുമ്പോൾ ലാറ്ററൽ ആസ്പെക്ട് എന്ന് പറയും. അപ്പോൾ ഒരു ഇഞ്ചുറി ഈ നമ്മളെ
നിപ്പിളിൻ്റെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ അത് ഓൺ ദി വെൻട്രൽ പാർട്ട് ഓർ ആൻറ്റീരിയർ പാർട്ട് നിയർ ടു ദി മീഡിയൻ ഓൺ ദി മീഡിയൽ സൈഡ്, അത് കമ്പാറ്റീവ് ആയിട്ടാണ് സാധാരണയിൽ പറയുക. അതായത് ഒരു ഇഞ്ചുറി പറഞ്ഞു അതിൻ്റെ ഉള്ളിലേക്ക് മീഡിയൽ പാർട്ടിലേക്ക് വരുന്നതാണെന്നുണ്ടെങ്കിൽ ഇത്ര സെൻറ്റിമീറ്റർ മീഡിയൽ ടു. ഇനി ആദ്യത്തെ ഇഞ്ചുറിയിൽ നിന്ന് പുറത്തേക്കാണെന്നുണ്ടെങ്കിൽ ടു ദി ലാറ്ററൽ ആസ്പെക്ട് എന്ന് പറയും. അപ്പോൾ അതാണ് മീഡിയൽ, നടുഭാഗത്തിനോട് ചേർന്ന് വരുന്നതിൻ്റെ മീഡിയൽ എന്നും അവിടുന്ന് ദൂരേക്ക് പോകുന്ന ഭാഗത്ത് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ലാറ്ററൽ എന്നും ഉള്ള 2 ടേംസ് ഉപയോഗിക്കുന്നു. അത് മനസ്സിലാക്കുന്നതിൽ ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ അത് നമ്മൾ ഈ രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. നമ്മളെ ഒരു മിഡ് ലൈനിൽ നിന്ന് ദൂരേക്ക് പോകുമ്പോൾ ലാറ്ററൽ, അതിനോട് അടുത്തേക്ക് വരുന്നതിന് മീഡിയൽ എന്ന് പറയുന്നു. ഇനി മുകൾ ഭാഗത്തും താഴ്ഭാഗത്തേക്കും അതിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഉള്ള ടേംസും കൂടി ഒന്ന് മനസ്സിലാക്കാം. അതും കമ്പാരിറ്റീവ് ആണ്. കമ്പാരിറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തലയുടെ അടുത്തേക്ക് ഉള്ളതാണ് എന്ന്, അതും ഏതെങ്കിലും ഒരു ഇഞ്ചുറി, ഉദാഹരണത്തിന് വീണ്ടും നമ്മൾ നടുഭാഗത്തൊരു ഇഞ്ചുറി, അത് ഇതിൻ്റെ മേൽഭാഗത്തേക്ക് വേറൊരു ഇഞ്ചുറി ഉണ്ടെങ്കിൽ ആ ഇഞ്ചുറി ടു ദി പ്രോക്സിമൽ എന്ന് പറയും. അത് ഇതിൻ്റെ മുകൾ ഭാഗത്താണെന്ന്, തലയുടെയിലേക്ക് അടുത്തുള്ളതാണെന്ന് കാണിക്കാൻ വേണ്ടി. പ്രോക്സിമൽ ഓർ ക്രേനിയൽ ഓർ സുപ്പീരിയർ, മുകൾ ഭാഗത്തേക്ക് എന്നുള്ള ഡിസ്ക്രിപ്ഷൻ. അതേസമയം താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൽ ഓർ ഇൻഫീരിയർ. അപ്പോൾ ആദ്യത്തെ ഇഞ്ചുറിയുടെ താഴ്ഭാഗത്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ദാറ്റ് ഈസ് ടു ദി ഡിസ്റ്റൽ സൈഡ്, ഡിസ്റ്റൽ പാർട്ട് എന്ന് പറയും, അല്ലെങ്കിൽ ഇൻഫീരിയർ പാർട്ട് താഴേക്ക്. മേലേക്കുള്ളതിന് പ്രോക്സിമൽ ഓർ സുപ്പീരിയർ. പിന്നെ അതിന് തന്നെ ക്രേനിയൽ എന്നും കൂടെ പറയും. ക്രേനിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയോട് ചേർന്ന് വരുന്നതിന് ക്രേനിയൽ. ഇങ്ങനെ ഈ 3 ടേംസ് സാധാരണ നമ്മൾ ഈ സർട്ടിഫിക്കറ്റ്സിലൊക്കെ കാണാം. താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൽ, കാൻഡൽ എന്നുള്ളൊരു ടേം കൂടി ഉപയോഗിക്കും, അല്ലെങ്കിൽ ഇൻഫീരിയർ. ഇത് 3ഉം ഉദ്ദേശിക്കുന്നത് താഴ്ഭാഗത്തേക്ക്, അതായത് കമ്പാരിറ്റീവ് ആയിട്ട് ഒന്നിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ താഴേക്കാണ് എന്ന് കാണിക്കാൻ വേണ്ടി. ഓക്കെ, അതും ഈ മീഡിയൽ ആൻഡ് ലാറ്ററൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ കമ്പാരിറ്റീവ് ആയിട്ടുള്ള പൊസിഷൻ. ഇനി 2 ടൈംസും കൂടി ഒന്ന് ഇതിൽ പറഞ്ഞിട്ട് നമ്മൾ ആ ഭാഗം ഒന്ന് ക്ലോസ് ചെയ്യാം. ഒരു ഇഞ്ചുറി ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ സൂപ്പർഫിഷ്യൽ ഓർ ഡീപ്പ്, പിന്നെ ബുദ്ധിമുട്ടില്ല, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. തൊലിപ്പുറമേ ഉള്ളതാണെന്നുണ്ടെങ്കിൽ സൂപ്പർഫിഷ്യൽ ഇഞ്ചുറി, ഉള്ളിലേക്ക് ടിഷ്യൂസ് കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് പോകുന്നതാണെന്നുണ്ടെങ്കിൽ ഡീപ്പ്. അത് നമുക്ക് കൂടുതൽ ഡിസ്ക്രിപ്ഷൻ ആവശ്യമില്ല, എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ടേംസ് ആണ്. അപ്പോൾ ഇത്രയും അനാട്ടമിക്കൽ ടേംസ് ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഇത് പൊതുവെ ആൾക്കാർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, പക്ഷേ ഒന്ന് ഈ രീതിയിൽ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും പലരും, പക്ഷേ എന്താണ് എക്സാക്ട്ലി എന്ന് മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. ഇനി നമ്മൾക്ക് അപ്പോൾ നമ്മൾ ഇനീഷ്യൽ പാർട്ട് കഴിഞ്ഞു. അടുത്തത് നമുക്ക്, ഞാൻ പറഞ്ഞു ഫോറൻസിക് മെഡിസിന് പ്രധാനമായിട്ടും 2 ക്ലാസിഫിക്കേഷൻ, ക്ലിനിക്കൽ ഫോറൻസിക് മെഡിസിൻ ആൻഡ് താനാറ്റോളജി. അതിൽ നമുക്ക് താനാറ്റോളജി പാർട്ടിലേക്ക് പോകാം, അതായത് ഡെത്ത്. അപ്പോൾ സാധാരണഗതിയിൽ ഈ ഫോറൻസിക് മെഡിസിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് വരുന്നത് ക്രിമിനൽ കേസുകളിലും അതേപോലെ കോമ്പൻസേഷൻ കേസുകളിലുമാണ്. ക്രിമിനൽ കേസുകളാണെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ ഏറ്റവും ബേസിക് ആയിട്ട് കൺഫ്രണ്ട് ചെയ്യേണ്ടി വരിക ഒരു പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റും അതേപോലെ വൂണ്ട് സർട്ടിഫിക്കറ്റ്സുമാണ്. അപ്പോൾ അത് ഒന്ന് നമുക്ക് ഡെസിഫർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഈ താനാറ്റോളജിയിലേക്ക് പോകുമ്പോൾ സാധാരണ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ ആണ്, ഡെത്തിനെ കുറിച്ചും ഡെത്തിൻ്റെ അപ്പിയറൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിലേക്ക് നമുക്ക് പോകുമ്പോൾ ഡെത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഡെത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി കംപ്ലീറ്റ് ആൻഡ് ഇറിവേഴ്സിബിൾ സ്റ്റോപ്പേജ് ഓഫ് വൈറ്റൽ ഫങ്ഷൻസ് ഓഫ് ദി ബോഡി. നമ്മളെ ശരീരത്തിലെ 3 വൈറ്റൽ ഫങ്ഷൻസ് ആണുള്ളത്.
അത് റെസ്പിറേഷൻ, സർക്കുലേഷൻ ആൻഡ് ബ്രെയിൻ ഫങ്ഷൻ. ഈ 3 ഫങ്ഷന്റെ കംപ്ലീറ്റ് ആൻഡ് ഇറവേഴ്സിബിൾ ആയിട്ടുള്ള സ്റ്റോപ്പേജിനെയാണ് ഡെത്ത് എന്ന് മെഡിക്കൽ ടെർമിനോളജിയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഇതിലേതെങ്കിലും ഒരെണ്ണം, ഒരു ഫങ്ഷൻ സ്റ്റോപ്പ് ചെയ്താൽ അത് ഡെത്തിലേക്ക് പോകാം. അപ്പോൾ ആ നിലയ്ക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഡെത്ത് 3 തരത്തിൽ ഉള്ളതായിട്ട് നമുക്ക് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അതായത് റെസ്പിറേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നതിനെ അസ്ഫിക്സിയ എന്ന് പറയും. അപ്പോൾ മരണത്തിന് കാരണമാകുന്ന ബേസിക് ആയിട്ടുള്ള സ്റ്റോപ്പേജ് ഓഫ് ഫങ്ഷൻ റെസ്പിറേഷൻ ആണ് എങ്കിൽ അസ്ഫിക്സിയൽ ഡെത്ത്. അപ്പോൾ ആദ്യമേ ആ വൈറ്റൽ ഫങ്ഷനാണ്, റെസ്പിറേഷനാണ് സ്റ്റോപ്പ് ആകുക. അതോടുകൂടി മറ്റ് 2 ഫങ്ഷൻസും, അതായത് സർക്കുലേഷനും ബ്രെയിൻ ഫങ്ഷനും കോൺസിക്വൻഷ്യലായിട്ട് സ്റ്റോപ്പ് ആകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഡെത്തിനെ അസ്ഫിക്സിയൽ ഡെത്ത് എന്ന് പറയും. ഇനി സർക്കുലേഷൻ, നമുക്കറിയാം ബോഡിയിൽ ബ്ലഡും മറ്റു വൈറ്റൽ ഫ്ലൂയിഡ്സ്, ബോഡി ഫ്ലൂയിഡ്സും ഇങ്ങനെ എപ്പോഴും ഒരു ലൈവായിട്ടുള്ള ബോഡിയിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സർക്കുലേഷൻ നിന്ന് പോയി കഴിഞ്ഞാൽ മരണം സംഭവിക്കും. അങ്ങനെ ആ സർക്കുലേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നതിന് സിൻകോപ്പ് എന്നാണ് പറയുക, SYNCOPE. അപ്പോൾ അതാണ് മരണത്തിന് കാരണമാകുന്നതെങ്കിൽ ഡെത്ത് ഡ്യൂ ടു സിൻകോപ്പ് എന്നാണ് പറയുക. സർക്കുലേഷൻ നിൽക്കുന്നതിന് ഹെമറേജ് കൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ അല്ലാതെ നിന്ന് പോകുന്ന അതിന് സിൻകോപ്പ് എന്ന് പറയും. മൂന്നാമത് ബ്രെയിൻ ഫങ്ഷൻ, ബ്രെയിനിന് ഇഞ്ചുറിയോ അല്ലെങ്കിൽ അസുഖമോ കൊണ്ട് ബ്രെയിനിൻ്റെ ഫങ്ഷൻ നിന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കോമ, നമ്മൾ പറയും കോമ സ്റ്റേജിലേക്കായിരുന്നു. കോമ സ്റ്റേജ് എന്ന് പറഞ്ഞെങ്കിൽ ബ്രെയിൻ ഡെഡ് ആവുന്നത്. ബ്രെയിൻ ഡെഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കോൺസിക്വൻഷ്യൽ ആയിട്ട് മരണം സംഭവിക്കും. അപ്പോൾ അതിന് ഡെത്ത് ഡ്യൂ ടു കോമ. അപ്പോൾ ഈ 3 പെർമനന്റ് ആൻഡ് ഇറിവേഴ്സിബിൾ ആയിട്ട് ഈ 3 ഫങ്ഷൻസ് നിന്ന് കഴിഞ്ഞാലാണ് ഡെത്ത് ഉണ്ടാകുന്നത്. ഇനി ഡെത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അത് 2 സ്റ്റേജ്. There are 2 stages of death. One is somatic death or clinical death. അതായത് ഫോർ ഓൾ പ്രാക്ടിക്കൽ പർപ്പസസ് ആൾ മരിച്ചു. അപ്പോൾ ബോഡിലി ഫങ്ഷൻസ് ഇറിവേഴ്സിബിൾ ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു. അതിനെ സൊമാറ്റിക് ഡെത്ത് അല്ലെങ്കിൽ ക്ലിനിക്കൽ ഡെത്ത് എന്ന് പറയും. സെക്കൻഡ് സ്റ്റേജ്, അതായത് ഫസ്റ്റ് സ്റ്റേജിലാണ് ഈ ക്ലിനിക്കൽ ഡെത്ത് സംഭവിക്കുക. ക്ലിനിക്കൽ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാലും കംപ്ലീറ്റ് എല്ലാ ബോഡി പാർട്ടും ഡെഡായി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ശരീരത്തിലെ സെൽസ് എല്ലാം ഫങ്ഷൻസ് നിൽക്കണം. അങ്ങനെ സെൽസിൻ്റെ ഫങ്ഷൻസ് നിൽക്കുന്ന ആ സ്റ്റേജിനാണ് മോളിക്കുലാർ ഡെത്ത് അല്ലെങ്കിൽ സെല്ലുലാർ ഡെത്ത് എന്ന് പറയാം. അപ്പോൾ ഒരിക്കൽ സൊമാറ്റിക് ഡെത്ത് അല്ലെങ്കിൽ ക്ലിനിക്കൽ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ, ഇറ്റ് വിൽ നോട്ട് കം ബാക്ക്. പക്ഷേ സെല്ലുലാർ ഡെത്ത് സംഭവിക്കാൻ പിന്നെ സമയമെടുക്കും. കാരണം ബോഡിയിലെ ഓരോ പാർട്ട്, ഇപ്പോൾ മസിൽസ് അല്ലെങ്കിൽ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ ഈ ക്ലിനിക്കൽ ഡെത്തിന് ശേഷവും ആ ഓർഗൻസിൽ ലൈഫ് ഉണ്ടാകും. ഇപ്പോൾ ഒരു സ്റ്റിമുലേഷൻ, ഇലക്ട്രിക് സ്റ്റിമുലേഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസിൽസ് അനങ്ങും, അല്ലെങ്കിൽ ഇന്റേണൽ ഓർഗൻസിന് മൂവ്മെന്റ്സ് ഒക്കെ വരും. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് എ സൈൻ ഓഫ് ലൈഫ്. ഇറ്റ് ഈസ് ബിക്കോസ് ദി മോളിക്കുലർ ഡെത്ത് ഹാസ് നോട്ട് ഒക്കേർഡ് ഓർ സെല്ലുലാർ ഡെത്ത് ഹാസ് നോട്ട് ഒക്കേർഡ്. ഇതിനൊരു റിലവൻസ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റേണൽ ഓർഗൻസ്, അതായത് ഒരു ക്ലിനിക്കൽ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ സാധാരണയിൽ സാധ്യമാണ്. അപ്പോൾ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നത് മോളിക്കുലാർ ഡെത്ത് അല്ലെങ്കിൽ സെല്ലുലാർ ഡെത്ത് സംഭവിക്കുന്നതിന് മുമ്പായിരിക്കണം, അല്ലെങ്കിൽ പിന്നെ ആ ഓർഗൻസ് ഫങ്ഷൻ ചെയ്യില്ല. അപ്പോൾ ആ കോണ്ടെക്സ്റ്റിലാണ് ഈ മോളിക്കുലാർ ഡെത്തിന് റിലവൻസ് ഉള്ളത്. ആ മോളിക്കുലാർ ഡെത്ത് സംഭവിക്കാനായിട്ട് ഓരോ ഓർഗൻസിനും എടുക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ, അതായത് കണ്ണ്, അല്ലെന്നുണ്ടെങ്കിൽ ഹാർട്ട്, അതുപോലെ കിഡ്നി, ഇതുപോലുള്ള ഇന്റേണൽ ഓർഗൻസ് ഒക്കെ റിമൂവ് ചെയ്യുന്നത് ഈ മോളിക്കുലാർ ഡെത്ത് സംഭവിക്കുന്നതിന് മുമ്പായിരിക്കണം. ചില ഇന്റേണൽ ഓർഗൻസ് ഇതിനു മുമ്പേ, അതായത് ബ്രെയിൻ ഡെഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള സ്റ്റേജിലും ചെയ്യാറുണ്ട്. കാരണം
എന്തായാലും ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിരിക്കുന്നു. ഇനി ഒരിക്കലും ലൈഫിലേക്ക് നോർമൽസിലേക്ക് തിരിച്ചു വരില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഹാർട്ട് പോലുള്ള ഓർഗൻസ് ഒക്കെ ആ സ്റ്റേജിലും ട്രാൻസ്ഫർ ചെയ്യും. അത് എന്താ ലിവിങ്, അതായത് ബീറ്റിംഗ് ഹാർട്ട് തന്നെ അങ്ങനത്തെ സ്റ്റേജിലും ട്രാൻസ്പ്ലാന്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡെത്ത്. അപ്പോൾ ഇനി ഇതിനോടൊപ്പം ഒരു ടേമും കൂടി നമ്മൾ ഒന്ന് മനസ്സിലാക്കി പോകണം. അത് സസ്പെൻഡഡ് ആനിമേഷൻ എന്ന് ഉള്ള ഒരു അവസ്ഥ. പലപ്പോഴും അങ്ങനെ ഈ സസ്പെൻഡഡ് ആനിമേഷൻ എന്ന് പറയുന്നത് ഡെത്തുമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. അതായത് ഒറ്റ നോട്ടത്തിൽ ബോഡിയിൽ അനക്കമൊന്നും ഉണ്ടാവില്ല, മരിച്ചതായിട്ട് തോന്നാം. അത് പല കാരണങ്ങളുമുണ്ട്. സസ്പെൻഡഡ് ആനിമേഷൻ കണ്ടീഷനിൽ ചിലപ്പോൾ ഇലക്ട്രിക്വേഷൻ കൊണ്ടോ അല്ലെങ്കിൽ ഡ്രൗണിങ്ങിലോ ഒക്കെ ബോഡി ഫങ്ഷൻസ് ഏറ്റവും മിനിമം ആയിട്ട്, ഹാർട്ട് ബീറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ട് ഉണ്ടാവില്ല. അതേപോലെ മറ്റ് റെസ്പോൺസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും വേറെ എക്സ്റ്റേണൽ സ്റ്റിമുലേ കൊടുത്താൽ തട്ടിയിട്ടുണ്ടെങ്കിൽ മസിൽസിനൊക്കെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫങ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എങ്കിൽ പോലും ജീവൻ പോയിട്ടുണ്ടാവില്ല. അങ്ങനത്തെ കണ്ടീഷനിൽ നിന്ന് ഹാർട്ടിന് മസാജും കൊണ്ടോ അല്ലെങ്കിൽ ഷോക്കൊക്കെ കൊടുത്തിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അത് അങ്ങനെയുള്ള കണ്ടീഷനെ സസ്പെൻഡഡ് ആനിമേഷൻ എന്നും പറയും. അതും കൂടി, ആ ടൈമും കൂടി നമുക്കൊന്ന് മനസ്സിലാക്കി ഇരിക്കണം. അതിന് വേണ്ടിയിട്ട് മാത്രം ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കും. നൗ ഇനി നമ്മൾ അപ്പം മോഡ് ഓഫ് ഡെത്ത് ഞാൻ പറഞ്ഞു, ഐദർ അസ്ഫിക്സിയ, സിൻകോപ്പ് ഓർ കോമ, ഈ 3 കഴിഞ്ഞു. ഇനി നമുക്ക് ഡെത്ത് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ then what happens to the body? After the death there occurs changes in the body. അത് 3 സ്റ്റേജ് ആയിട്ട് ആണ് ചേഞ്ചസ് ഒക്കർ ചെയ്യുന്നത്. ഒന്ന് ഇമ്മീഡിയറ്റ് ചേഞ്ചസ് ഫസ്റ്റ്, then early changes, and the third stage is late changes. ഇങ്ങനെ 3 സ്റ്റേജ് ആയിട്ട് ആണ് ഡെത്തിന് ശേഷം ബോഡിയിൽ ചേഞ്ച് വരുന്നത്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കിപ്പോവാം, ആ ഓരോ സ്റ്റേജും. അതിൽ ഇമ്മീഡിയറ്റ് ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സസേഷൻ ഓഫ് റെസ്പിറേഷൻ. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല, നമ്മളെ ശ്വാസോച്ഛ്വാസം, റെസ്പിറേഷൻ നിൽക്കുന്നു, ഫസ്റ്റ് ചേഞ്ച്. ദെൻ സസേഷൻ ഓഫ് സർക്കുലേഷൻ, ബോഡി ഫ്ലൂയിഡ്സ് ഇൻക്ലൂഡിങ് ബ്ലഡിന്റെ സർക്കുലേഷൻ നിൽക്കുന്നു. ദിസ് ഓൾസോ ഇസ് ആൻ ഇമ്മീഡിയറ്റ് ചേഞ്ച്. ദെൻ ഇൻസെൻസിബിലിറ്റി, സെൻസിബിൾ അല്ലാതാവുന്നു, ബോഡിയിലെ റെസ്പോൺസ് ഉണ്ടാവാതെ ഇരിക്കുന്നു. ദെൻ ലോസ് ഓഫ് വോളണ്ടറി പവർ, മസിൽസിന്റെ വോളണ്ടറി പവർ നഷ്ടപ്പെടുന്നു. ദെൻ ഡയലറ്റേഷൻ ഓഫ് പ്യൂപ്പിൾ, നമ്മളുടെ കണ്ണിന്റെ കൃഷ്ണമണി ഡയലറ്റേറ്റ് ചെയ്യുന്നു, അത് വികസിച്ച് പോകുന്നു. അതായത് നമുക്കറിയാം, നമ്മൾ കൃഷ്ണമണിയുടെ ഉള്ളിൽ ആ ലെൻസ് ഉള്ള പോർഷൻസ് സാധാരണത്തിൽ ചുരുങ്ങിയിരിക്കുകയാണ് ചെയ്യുക. അത് ആഫ്റ്റർ ഡെത്ത് ആ ഭാഗം അങ്ങ് ഡയലറ്റേറ്റ് ചെയ്തിട്ട്, പ്യൂപ്പിൾസ് ഡയലറ്റേറ്റ് ചെയ്തിട്ട് ആ കണ്ണിന്റെ കൃഷ്ണമണി അത്രയും ഭാഗത്തേക്ക് അത് എക്സ്പാൻഡ് ചെയ്യും. അതാണ് ഡയലറ്റേഷൻ. ഇത്തരം കാര്യങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സംഭവിക്കും ആഫ്റ്റർ ഡെത്ത്. ദിസ് ഈസ് ഇമ്മീഡിയറ്റ് ചേഞ്ചസ് ആഫ്റ്റർ ഡെത്ത്. ദെൻ സെക്കൻഡ് സ്റ്റേജിൽ ഏർലി ചേഞ്ചസ്. ഏർലി ചേഞ്ചസിൽ 5 പ്രധാനമായിട്ടും പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ, പ്രൈമറി ഫ്ലാസിഡിറ്റി ഓഫ് മസിൽസ്. എന്ന് വെച്ചാൽ ശരീരം മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ബോഡി വളരെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് തളർന്ന അവസ്ഥയിലായിരിക്കും. അതാണ് പ്രൈമറി ഫ്ലാസിഡിറ്റി എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസിൽസിന്റെ എല്ലാം ആ പവർ അങ്ങ് പോയി. ഇപ്പോൾ നമ്മുടെ ബോഡി കറക്റ്റായിട്ട് നിൽക്കുന്നതും ബോഡിയിൽ ഒരു സ്ട്രെങ്ത് ഉണ്ടാകുന്നത് മസിൽസ് ആക്റ്റീവായിട്ടും ലൈവായിട്ട് നിൽക്കുമ്പോഴാണ്. ഡെത്തിനോടുകൂടി തന്നെ ആ പവർ അങ്ങ് നഷ്ടപ്പെട്ടു. പിന്നെ എല്ലുകളും മസിൽസും ഒക്കെ അങ്ങനെ ബോഡിയിൽ ഉണ്ടെങ്കിൽ പോലും ഇതിന്റെ ഒരു ഫങ്ഷൻസ് നടക്കുന്നില്ല. അപ്പം ബോഡി വളരെ തളർന്ന അവസ്ഥയില്, അതായത് നമ്മൾ വാടിയ ചെമ്പന്തണ്ടിന്റെ ഒരവസ്ഥ. ബോഡി ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൈയും കാലും എല്ലാം ഇങ്ങനെ തൂങ്ങിയിട്ടുണ്ടാവും. അതുപോലെ നടുവിന്റെ ഭാഗവും എല്ലാം ഇങ്ങനെ വളഞ്ഞിട്ട് ഒരു ഫ്ലാസിഡ് സ്റ്റേജിൽ തളർന്ന അവസ്ഥയിലായിരുന്നു. അതാണ് പ്രൈമറി ഫ്ലാസിഡിറ്റി എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റേജ് കൂളിംഗ്.
കൂളിംഗ് ഓഫ് ദി ബോഡി. അതിന് മെഡിക്കൽ ടേംസ് പറയുന്നത് ആൽഗർ മോർട്ടിസ് എന്നാണ്. ALGORMORTIS, ആൽഗർ മോർട്ടിസ്. മോർട്ടിസ് എന്ന് പറഞ്ഞാൽ മോർട്ടം എന്ന് പറഞ്ഞാൽ ഡെത്ത് എന്നാണ്. അഗെയിൻ ലാറ്റിൻ വേർഡാണ്. മോർട്ടിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ ഡെത്ത്. ആഫ്റ്റർ ഡെത്ത് ഉണ്ടാകുന്ന കൂളിംഗ് ഓഫ് ദി ബോഡി. ഈ കൂളിങ്ങിന് നമ്മൾക്കൊരു മെഡിക്കോ ലീഗൽ റെലവൻസ് ഉണ്ട്. ഇത് ഓരോന്നിനും ഇതിനെല്ലാത്തിനും മെഡിക്കോ ലീഗൽ റെലവൻസ് ഉണ്ട്. അതും കൂടി ഞാൻ പറഞ്ഞു പോകാം. അതാണ് വക്കീലന്മാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ക്രിമിനൽ കേസുകളിൽ. കോമ്പൻസേഷൻ കേസുകളിൽ അത് വേറൊരു ആസ്പെക്റ്റാണ്. ക്രിമിനൽ കേസുകളിൽ ഇതിന് ഓരോന്നിനും മെഡിക്കോ ലീഗൽ റെലവൻസ് ഉണ്ട്. കൂളിംഗ് ഓഫ് ദി ബോഡി സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. ബോഡി ടെമ്പറേച്ചർ 38 ഡിഗ്രി സെന്റിഗ്രേഡിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ 98 ഡിഗ്രി ഫാരൻഹീറ്റ്. അത് സാധാരണഗതിയിൽ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചറിനേക്കാൾ ഹൈ ആണ്. ബോഡി അങ്ങനെ ഹൈ ആയിട്ട് നിൽക്കുന്നത് നമ്മളെ ബോഡി ലൈവ് ആയതുകൊണ്ട് ബോഡിയിൽ നടക്കുന്ന കെമിക്കൽ ആക്ഷൻ കൊണ്ടാണ് ടെമ്പറേച്ചർ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചറിനേക്കാൾ കൂടി നിൽക്കുന്നത്. അതേസമയം ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫങ്ഷൻസ് നിന്ന് കഴിയുമ്പോൾ ദർ ഇസ് ദ ടെൻഡൻസി ഓഫ് ബോഡി കമ്മിങ് ടു ദി അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ. കാരണം ഉയർത്തി നിർത്താനുള്ള ആ ഫങ്ഷൻ നടക്കുന്നില്ലാത്തതുകൊണ്ട് ശരീരത്തിൽ നിന്ന് ഉള്ള ചൂട് നഷ്ടപ്പെട്ടു പോകും. നഷ്ടപ്പെട്ടു പോകുന്നതോടുകൂടി ടെമ്പറേച്ചർ താഴും. ഇതിനാണ് കൂളിംഗ് ഓഫ് ദി ബോഡി അല്ലെങ്കിൽ ആൽഗർ മോർട്ടിസ് എന്ന് പറയുന്നത്. ഇതിന് എൻ്റെ മെഡിക്കോ ലീഗൽ റെലവൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടൈം ആഫ്റ്റർ ഡെത്ത്, എപ്പോഴാണ് മരിച്ചത്, ഒരു ബോഡി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ നോക്കിയാൽ മരിച്ചിട്ട് എത്ര സമയം ആയിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഏകദേശമുള്ളൂ, അത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഈ കൂളിംഗ് പല സാഹചര്യത്തിനനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും. പ്രധാനമായിട്ടും അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചറും ബോഡി ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസ്, അത് കൂളിങ്ങിൻ്റെ റേറ്റ് ഓഫ് കൂളിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ വളരെ താഴ്ന്നാണ് നിൽക്കുന്നുണ്ടെങ്കിൽ റേറ്റ് ഓഫ് കൂളിംഗ് വേഗത്തിലായിരിക്കും. അതേസമയം അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ നമ്മളെ ബോഡി ടെമ്പറേച്ചറിനോട് അടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ആ റേറ്റ് ഓഫ് കൂളിംഗ് സ്ലോ ആയിരിക്കും. അതുകൂടാതെ നമ്മളെ നേച്ചർ ഓഫ് ദി ബോഡി, ഇപ്പോൾ ഒരു അഡൾട്ട് ആയിട്ടുള്ള ആള് നല്ല ഹെഫ്റ്റി ആൻഡ് ഫാറ്റി ബോഡി ആണെന്നുണ്ടെങ്കിൽ ഫാറ്റി ബോഡിയിൽ നിന്ന് ടെമ്പറേച്ചർ നഷ്ടപ്പെടുന്നത് വളരെ സാവധാനത്തിലായിരിക്കും. അപ്പോൾ റേറ്റ് ഓഫ് കൂളിംഗ് കുറവായിരിക്കും. അതേസമയം വളരെ പ്രായമായത് വീക്കായിട്ടുള്ള ബോഡി, ഫാറ്റി അല്ലാത്ത ലീൻ ബോഡി, അതേപോലെ കുട്ടികൾ ഒക്കെയാണ് മരിച്ചതെങ്കിൽ ആ ബോഡിയിൽ നിന്ന് ടെമ്പറേച്ചർ നഷ്ടപ്പെടുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും. ദെൻ ബോഡി ഇപ്പോൾ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ, തിക്ക് കവറിങ് ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ ടെമ്പറേച്ചർ നഷ്ടപ്പെടുന്നത് സ്ലോ ആയിട്ടായിരിക്കും, റേറ്റ് ഓഫ് കൂളിംഗ് കുറവായിരിക്കും. അതേപോലെ ബോഡി എങ്ങനെയാണ്, വെള്ളത്തിലാണോ ആണോ കിടക്കുന്നത്, കരയിലാണോ, കാറ്റുള്ള സ്ഥലത്താണോ, ഹ്യൂമിഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലാണോ, അതിനൊക്കെ അനുസരിച്ചിട്ട് ഈ റേറ്റ് ഓഫ് കൂളിംഗ് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ സബ്ജക്ട് ടു ദീസ് വേരിയേഷൻസ് ഇറ്റ് വിൽ ഗീവ് ആൻ ഓൾമോസ്റ്റ് റിലയബിൾ ഇൻഡിക്കേഷൻ ആസ് ടു ദി ടൈം ആഫ്റ്റർ ഡെത്ത്. ഇതാണ് നമുക്ക് മെഡിക്കോ ലീഗൽ റെലവൻസ് ഈ കാര്യത്തിലുള്ളത് ബോഡി ആൽഗർ മോർട്ടിസിൽ. ദെൻ പ്രധാനപ്പെട്ട വേറൊരു ഏർലി ചേഞ്ചാണ് ലിവർ മോർട്ടിസ് ഓർ പോസ്റ്റ് മോർട്ടം സ്റ്റെയിനിങ്. പോസ്റ്റ് മോർട്ടം സ്റ്റെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പോസ്റ്റ് മോർട്ടം നടത്തിയതുകൊണ്ട് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ്. പോസ്റ്റ് മോർട്ടം എക്സാമിനേഷന് സാധാരണക്കാർ ഉപയോഗിക്കുന്ന ടേമാണ് പോസ്റ്റ് മോർട്ടം. പോസ്റ്റ് മോർട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ ഡെത്ത് എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. അപ്പോൾ നമ്മുടെ ഫോറൻസിക് മെഡിസിൻ പഠിച്ച ആൾക്കാർ നമ്മളൊരു ഒട്ടോപ്സി എന്നാണ് പോസ്റ്റ് മോർട്ടം എക്സാമിനേഷന് ഉപയോഗിക്കുന്ന ഒറ്റ വാക്ക്. അപ്പോൾ ഒരു ശരീരം കീറി മുറിച്ച് പരിശോധിക്കുന്നതിനാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് മോർട്ടം നടത്തി എന്ന് പറഞ്ഞാൽ പോരാ, പോസ്റ്റ് മോർട്ടം എക്സാമിനേഷൻ നടത്തി എന്ന് പറയണം. ഇത് സാധാരണ എപ്പോഴും നമ്മൾ തെറ്റി ഉപയോഗിക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് ഞാനതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പോസ്റ്റ് മോർട്ടം സ്റ്റെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെത്തിന് ശേഷം സംഭവിക്കുന്ന ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു സ്റ്റെയിനിങ്, കളർ ചേഞ്ച് അല്ലെങ്കിൽ കളറേഷൻ. കളർ ചേഞ്ച് എന്നുള്ളതിനേക്കാൾ കൂടുതൽ കളറേഷൻ എന്ന് വേണം പറയാം. അതാണ് ഈ ലിവർ മോർട്ടിസ് അല്ലെങ്കിൽ പോസ്റ്റ് മോർട്ടം സ്റ്റെയിനിങ്. അതെന്താണെന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡിയിൽ ഉള്ള ബ്ലഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട്
ഭൂമിയുടെ ഗുരുത്വാകർഷണം കൊണ്ട് ബോഡി കിടക്കുന്ന പൊസിഷൻ അനുസരിച്ചിട്ട് ആ ഭാഗത്തുള്ള ബ്ലഡ് വെസൽസിലേക്ക് കളക്ട് ചെയ്യും. അതായത് ഇപ്പം ബോഡി കമിഴ്ന്ന് കിടക്കുകയാണെങ്കിൽ, ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്ക്, അടിഭാഗത്തേക്ക് ബ്ലഡ് പൂൾ ചെയ്യും. പൂൾ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ പുറത്തെ ബ്ലഡ് വെസൽസ് പൊട്ടിയിട്ടല്ല, പക്ഷെ ആ ഭാഗത്തുള്ള ബ്ലഡ് വെസൽസിലേക്ക് ബ്ലഡ് പൂൾ ചെയ്യുന്നതുകൊണ്ട് ഒറ്റ നോട്ടത്തിന് തന്നെ കളറേഷൻ, ബ്ലഡിന്റെ കളർ, റെഡിഷ് കളറേഷൻ കാണാൻ പറ്റും. അങ്ങനെ ബോഡി എങ്ങനെ കിടക്കുന്നു, ഇപ്പൊ കമിഴ്ന്ന് കിടക്കുന്ന ബോഡി ആണെന്നുണ്ടെങ്കിൽ ബോഡിയിലെ തറയിൽ ടച്ച് ചെയ്യുന്ന ഭാഗത്ത് ഈ പൂളിങ് സംഭവിക്കില്ല, കാരണം തറയോട് പ്രസ് ചെയ്തിരിക്കുന്നുണ്ട്. അതേസമയം ടച്ച് ചെയ്യാത്തതും അടിഭാഗമായിട്ടുള്ള, അതായത് കമിഴ്ന്ന് കിടക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗം, സാധാരണഗതിയിൽ ഈ ഭാഗമൊന്നും തറയിൽ ടച്ച് ചെയ്തിട്ടുണ്ടാവില്ല. ഈ ഭാഗം, പിന്നെ ഈ ഭാഗം ഹിപ്പിന്റെ അങ്ങോട്ട് വരുന്ന ഭാഗമൊക്കെയാണ് ടച്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ടച്ച് ചെയ്യാത്ത ഭാഗത്ത് ഈ ബ്ലഡ് ഇങ്ങനെ പൂൾ ചെയ്തിട്ട് റെഡ് കളറേഷൻ, ബ്ലഡിന്റെ കളറേഷൻ അവിടെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ അത് ഇങ്ങനെ കംപ്ലീറ്റ് ഏരിയയിലായിരിക്കില്ല, ടച്ച് ചെയ്ത ഭാഗത്ത് ഉണ്ടാവില്ല, ടച്ച് ചെയ്യാത്ത ഭാഗത്ത്. അപ്പോൾ അതിങ്ങനെ ഒരു പ്രത്യേക ഷേപ്പിൽ ഓരോ ഭാഗത്ത് ഏറ്റവും കൂടുതൽ കാണുക ഈ ഭാഗത്താണ്. ഈ ഭാഗത്ത് റെഡിഷ് കളറേഷൻ, അത് പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. അതേസമയം മലർന്നാണ് കിടക്കുന്നതെങ്കിൽ തോൾപ്പലകയുടെ ഭാഗം, ഹിപ്പിന്റെ ഭാഗമൊക്കെ തറയിൽ ടച്ച് ഇരിക്കുന്നതുകൊണ്ട് അവിടെ ബ്ലഡ് പൂൾ ചെയ്യില്ല. അതേസമയം നമ്മളെ ലംബാർ റീജിയൻ, ലോവർ ബാക്കിന്റെ ഒക്കെ ഭാഗം, തറയിൽ തട്ടാത്ത ഭാഗത്ത് ഇതേപോലെ ബ്ലഡ് പൂൾ ചെയ്തിട്ട് റെഡിഷ് കളറേഷൻ കാണാൻ പറ്റും. ഇതിനെ ആണ് പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. ഈ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ്ങിനും മെഡിക്കൽ ലീഗലായിട്ട് വളരെ പ്രാധാന്യമുണ്ട്. 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ്ങിന്റെ ടൈമിംഗ് ഉണ്ട്. ഒരു 3-4 മണിക്കൂറും കൊണ്ടാണ് പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് സാധാരണഗതിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മരിച്ചിട്ട് അധികം സമയമായിട്ടില്ല എന്നുള്ളത് കാണാം. ഇനി കുറെ സമയത്തിന് ശേഷമാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളെ ബോഡിയിൽ പ്യൂട്രിഫാക്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ ലേറ്റ് ചേഞ്ചസ് തുടങ്ങുമ്പോഴേക്കും പിന്നെ അത് കാണാതെയാവും. അപ്പോൾ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ 4-5 മണിക്കൂർ എങ്കിലും ആയിട്ടുണ്ട് മരിച്ചിട്ടെന്ന്. പിന്നെ അതിൽ തന്നെ ആ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനീഷ്യൽ സ്റ്റേജിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ സ്റ്റെയിനിങ്ങിൽ നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്ത് പെട്ടെന്ന് ആ ബ്ലഡ് അവിടെ നിന്ന് അങ്ങോട്ട് മാറിപ്പോകും. ഒരു ഡിസ്കളറേഷൻ, വൈറ്റ് ഡിസ്കളറേഷൻ സംഭവിക്കും. കൈ എടുത്തു കഴിയുമ്പോൾ അത് പതുക്കെ തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ അത് ഈ സ്റ്റെയിനിങ് ഫിക്സ് ചെയ്യാത്ത സ്റ്റേജ് എന്ന് പറയും. ഒരു 5-6 മണിക്കൂറിന് ശേഷം ആണെങ്കിൽ ആ സ്റ്റെയിന് അവിടെ ഒരു കളറേഷനായിട്ട് അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അത് പിന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറില്ല, അതവിടെ ഉറച്ച രീതിയിലുണ്ടാവും. അപ്പോൾ ഇതിനും ഒരു മെഡിക്കോ ലീഗൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ആ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ മരിച്ച കിടന്ന പൊസിഷനിൽ നിന്ന് ഒന്നും പൊസിഷൻ മാറ്റിയിട്ടുണ്ടെങ്കിൽ, അതായത് കമിഴ്ന്ന് കിടന്ന ഒരാളെ ചെരിച്ച് കിടത്തുകയോ അല്ലെന്നുണ്ടെങ്കിൽ മലർത്തി കിടത്തുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ ഇത് കാണും. അതേസമയം ഇത് ഫിക്സ് ചെയ്തതിന് ശേഷമാണെങ്കിൽ, കമിഴ്ന്ന് കിടന്നയാളെ സ്റ്റെയിൻ ഫിക്സ് ചെയ്തതിന് ശേഷം മലർത്തി കിടത്തിയാലും ബാക്കിൽ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് ഉണ്ടാവില്ല. അതേസമയം മുന്നിലുള്ള ഫ്രണ്ടിലുള്ളത് അവിടെ തന്നെ കാണുകയും ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് ഒരു ഇൻഡിക്കേഷൻ, മരിച്ചു കഴിഞ്ഞിട്ട് ബോഡി എങ്ങനെയായിരുന്നു കിടന്നിരുന്നത്, ആ ബോഡിയെ ഇന്റർഫിയർ ചെയ്തിട്ടുണ്ടോ, മനഃപൂർവ്വം തെളിവ് നശിപ്പിക്കാനോ അല്ലെങ്കിൽ കള്ളത്തെളിവ് ഉണ്ടാക്കാനോ വേണ്ടിയിട്ട് കമിഴ്ന്ന് കിടന്ന ബോഡിയെ മലർത്തി കിടത്തുകയോ അല്ലെങ്കിൽ ചിരിച്ചു കിടത്തുകയോ അല്ലെങ്കിൽ മാറ്റി കിടത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ സ്റ്റെയിനിങ് ഏത് ഭാഗത്താണോ ഉള്ളത്, മലർന്ന് കിടക്കുന്ന ഒരു ബോഡിയുടെ മുൻഭാഗത്താണ് പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് കാണുന്നതെങ്കിൽ, ദാറ്റ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ദാറ്റ് ആഫ്റ്റർ ഡെത്ത്, ആഫ്റ്റർ സം ടൈം, ദി പൊസിഷൻ ഓഫ് ദി ബോഡി ഹാസ് ബീൻ ചേഞ്ച്ഡ്. അപ്പോൾ ദിസ് വിൽ ഗീവ് ആൻ ഇൻഡിക്കേഷൻ റിഗാർഡിങ് ദാറ്റ്. ഇനി പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ്ങിന് വേറൊരു റിലവൻസും കൂടിയുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ടൈമിൻ്റെ. ഇതിനോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ്ങും കൺഫ്യൂഷനും തമ്മിൽ ഉള്ള ഒരു സിമിലാരിറ്റിയും വ്യത്യാസവും അതും കൂടി നമുക്ക് ലേറ്റർ പാർട്ടിൽ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഇത് നമ്മളെ
ഡെത്തിന് ശേഷമുള്ള ഏർലി ചേഞ്ചസിൽ പെടുന്ന ഒരു സംഗതി ആയതുകൊണ്ട് ഈ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് ഇത്രയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി അടുത്ത സ്റ്റേജിലേക്ക് പോകാം. ദെൻ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റൈഗർ മോർട്ടിസ് അല്ലെങ്കിൽ റിഗർ മോർട്ടിസ് എന്നും സാധാരണ നമ്മൾ പറയും. ബോഡിയിലുള്ള നെക്സ്റ്റ് ചേഞ്ച് ആണ് റൈഗർ മോർട്ടിസ്. അത് വളരെ പ്രധാനമാണ്. നമ്മൾ സാധാരണ എപ്പോഴും ഒരു പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാണും ബോഡി റൈഗർ മോർട്ടിസ് സെറ്റിൻ, അല്ലെങ്കിൽ റൈഗർ മോർട്ടിസ് പ്രസന്റ്, അല്ലെങ്കിൽ ആബ്സെന്റ് എന്ന് കാണും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഏകദേശം അറിയാവുന്നതാണ്. റൈഗർ മോർട്ടിസ് എന്ന് പറയുന്നത് സ്റ്റിഫനിങ് ഓഫ് ദി ബോഡി ആഫ്റ്റർ ഡെത്ത്. ഞാൻ പറഞ്ഞു, ആദ്യത്തെ സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ബോഡി വളരെ ഫ്ലാസിഡ് സ്റ്റേറ്റിലായിരിക്കും. എടുത്തു പൊക്കിയിട്ടുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കില്ല, കൈകളും ഒക്കെ തൂങ്ങിക്കിടക്കും, ബോഡിയെല്ലാം ഇങ്ങനെ വളഞ്ഞു കിടക്കും. ആ സമയം ഒരു 5-8 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ബോഡി എടുക്കുന്നതെങ്കിൽ ബോഡി വിൽ ബി സ്റ്റിഫ്. നമുക്ക് ഒരു മരത്തടി പോലെ പൊക്കി പിടിക്കാൻ സാധിക്കും. അത് ഈ സ്റ്റിഫനിങ് ഓഫ് ദി ബോഡി അല്ലെങ്കിൽ റൈഗർ മോർട്ടിസ് എന്നുള്ള അതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ബോഡിയിലുള്ള കെമിക്കൽ എഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന, ബോഡിയിലെ സെല്ലിലുണ്ടാകുന്ന കെമിക്കൽ ചേഞ്ച് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട അത്രയ്ക്കും ഡീപ്പായിട്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ബോഡി ആഫ്റ്റർ ഡെത്ത് സംഭവിക്കുന്ന കെമിക്കൽ ആക്ഷൻ കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പോൾ ഈ റൈഗർ മോർട്ടിസിനും മെഡിക്കോ ലീഗലായിട്ടുള്ള സിഗ്നിഫിക്കൻസ് കാര്യമായിട്ടുണ്ട്. ബോഡി 2 തരത്തിലാണ് പ്രധാനമായിട്ടും. ഒന്ന്, presence of or absence of rigor mortis will give an indication as to the time of death. മരിച്ചിട്ട് എത്ര സമയത്തിനുള്ളിൽ, എത്ര സമയം ആയിട്ടുണ്ടോ എന്നുള്ളതിന് ഏകദേശം കണക്ക് കൂട്ടാനായിട്ട് ഇതും നമ്മളെ സഹായിക്കും, പ്രസൻസ് ഓർ ആബ്സെൻസ്. സെക്കൻഡ്ലി, മുമ്പേ ഞാൻ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ്ങിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ മരിച്ചതിന് ശേഷം ഡെഡ് ബോഡിയെ ഇന്റർഫിയർ ചെയ്തിട്ടുണ്ടോ, അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചും ഒരു ഇൻഡിക്കേഷൻ ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് ഇത് റൈഗർ മോർട്ടിസിന്റെ സെറ്റിംഗ് ഇന്നിനെ കുറിച്ച്, സെറ്റിംഗ് ഇൻ ആൻഡ് പാസിംഗ് ഓഫ് എന്നാണ് സാധാരണ പറയുക. അതിൻ്റെ ഒരു ടൈമിങ്, അതിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അതും കൂടി നമുക്കൊന്ന് നോക്കാം. സാധാരണഗതിയിൽ നമ്മളെ പോലത്തെ ഉള്ള ടെമ്പറേച്ചറിൽ, അതായത് ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ ഒരു 4-5 മണിക്കൂർ കൊണ്ട് ബോഡിയിൽ ഈ റൈഗർ മോർട്ടിസ് സെറ്റിൻ ചെയ്യാൻ തുടങ്ങും. ആ സമയം കുറെ കൂടെ തണുത്ത അറ്റ്മോസ്ഫിയറിലാണെന്നുണ്ടെങ്കിൽ അതിന് സമയം താമസിക്കും. അപ്പോൾ ഇത് ബോഡി, അതിനൊരു സീക്വൻസും ഉണ്ട്. സീക്വൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യമേ റൈഗർ മോർട്ടിസ് സെറ്റിൻ ചെയ്യുന്നത്, സ്റ്റിഫ് ആവുന്നത് ഇന്റേണൽ ഓർഗൻസ് ആണ്. ഹാർട്ട് ആഫ്റ്റർ ഡെത്ത് വിത്തിൻ 1 or 2 hours ഹാർട്ടൊക്കെ റൈഗർ മോർട്ടിസ് സ്റ്റേജിലേക്ക് എത്തും. പുറമേ നമ്മൾ നോക്കുമ്പം ഏറ്റവും ആദ്യമേ സ്റ്റിഫാകുന്ന ബോഡി പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഐലിഡ്സ് ആണ്. കണ്ണിൻ്റെ നമ്മളെ കൺപോള മുതൽ ഇങ്ങനെ താഴേക്ക് ഓരോരോ ഓർഗൻസ് ആയിട്ട് സ്റ്റിഫായിട്ട് വന്ന് ഒരു 12-18 മണിക്കൂർ കൊണ്ട്, അത് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ അനുസരിച്ച് സാധാരണ അതിൽ 18 മണിക്കൂർ വരെ എടുക്കും. 18 മണിക്കൂർ ആകുമ്പോഴേക്കും അത് കാലിൽ വരെ എത്തി അങ്ങനെ നിൽക്കും. അങ്ങനെ ഒരു 5-8 മണിക്കൂർ ഫുള്ളായിട്ടും ബോഡിയിൽ ഈ റൈഗർ മോർട്ടിസ് പ്രസന്റ് ആയിരിക്കും. ആ സമയത്ത് ബോഡി ഫുള്ളായിട്ട് സ്റ്റിഫായിട്ടുള്ള അവസ്ഥയിലായിരിക്കും. അതിനുശേഷം വീണ്ടും ഈ പ്രോസസ്സ് റിവേഴ്സ് ചെയ്യും. അത് പാസിംഗ് ഓഫ് എന്നാണ് പറയുന്നത്. പാസിംഗ് ഓഫ് ദി റൈഗർ മോർട്ടിസ്. അതും ഇതേ ഓർഡറിൽ തന്നെ, ഏറ്റവും മേലെ കൺപുരികം മുതൽ താഴേക്ക് ഓരോരോ ഓർഗൻസ് ആയിട്ട് വീണ്ടും ലൂസായി വന്നിട്ട് ബോഡി പഴയ പോലെ തന്നെ ഓൾമോസ്റ്റ് ലൂസ് കണ്ടീഷനിൽ വരും. അപ്പോൾ ഏറ്റവും കൂടുതൽ സമയം സ്റ്റിഫായിട്ടിരിക്കുന്നത് ഏറ്റവും താഴ്ഭാഗത്തായിരിക്കും, കാലിൽ. ഇനി ഈ റൈഗർ മോർട്ടിസ് സെറ്റിൻ ചെയ്യുന്നതിൻ്റെ ആ റേറ്റ് അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൈമിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന് പറഞ്ഞ പോലെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, പിന്നെ ബോഡി സ്ട്രക്ചർ. ഇപ്പോൾ വീക്ക് ആൻഡ് ഏജ്ഡ് പേഴ്സൺ അല്ലെങ്കിൽ കുട്ടികളിലെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വേഗത്തിലായിരിക്കും. ആ സമയം അഡൾട്ട് ഹെൽത്തി ബോഡി ആണെന്നുണ്ടെങ്കിൽ അത് സ്ലോ ആയിരിക്കും. അതുപോലെ ഫാറ്റി ആണെന്നുണ്ടെങ്കിലും സ്ലോ ആവും.
അതുപോലെ തന്നെ ഡ്രസ്സ് ഫുള്ളായിട്ട് ഡ്രസ്ഡ് ആണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഇറ്റ് വിൽ ബി സ്ലോ. ദെൻ കിടക്കുന്ന ഇപ്പോൾ ബോഡി വെള്ളത്തിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് സ്ലോ ആയിരിക്കും. അതുപോലെ ഹ്യൂമിഡിറ്റി, എയർ സർക്കുലേഷൻ, ഇതൊക്കെ റൈഗർ മോർട്ടിസ് സെറ്റും ചെയ്യുന്നതിനും പാസ് ഓഫ് ചെയ്യുന്നതിനും അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ച് കഴിഞ്ഞാൽ ഏകദേശം മരിച്ചതിന് ശേഷം എത്ര സമയം ആയിട്ടുണ്ടെന്നുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതിപ്പോൾ ഒരു വെസ്റ്റേൺ കൺട്രീസിലെ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണെങ്കിൽ അവരൊരു 12 hours into 12 hours into 12 hours, അതായത് 12 മണിക്കൂർ കൊണ്ട് സെറ്റും ചെയ്യുന്നു. 12 മണിക്കൂർ ആ റൈഗർ മോർട്ടിസ് പ്രസന്റ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 12 മണിക്കൂർ കൊണ്ട് പാസ് ഓഫ് ചെയ്യുന്നു. ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു ടൈമിങ് അങ്ങനെ കണക്കൂട്ടാറുണ്ട്. പക്ഷെ നമ്മളുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ അത് സെറ്റിംഗ് എയർലി ആവും, അതുപോലെ പാസിംഗ് ഓഫും എയർലി ആയിരിക്കും. ആ ഒരു വ്യത്യാസം. ഇനി ഇതിനേക്കാൾ കൂടുതലായിട്ട് ഒരു റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഈ റൈഗർ മോർട്ടിസിന് മെഡിക്കോ ലീഗൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി കിടക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് സ്റ്റിഫ് ആവുക. ഇപ്പോൾ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്ന കാലൊക്കെ ഇങ്ങനെ വളച്ച് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കണ്ടീഷനിലായിരിക്കും ഈ സ്റ്റിഫനിങ് സംഭവിക്കുക. ഇനി നിവർന്നാണ് കിടക്കുന്നതെങ്കിൽ ബോഡി സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ ഇനി മുന്നോട്ട് വളഞ്ഞിട്ട് ഉള്ള കണ്ടീഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ ഷേപ്പിലായിരിക്കും. അപ്പോൾ ആ പൊസിഷനിൽ നിന്ന് ബോഡി മാറ്റിയിട്ടുണ്ടെങ്കിൽ, ഇപ്പം ചെരിഞ്ഞ് കിടക്കുന്ന അവസ്ഥയിൽ സ്റ്റിഫായിട്ടുള്ള ഒരു ബോഡിയെ നിവർത്തി കിടത്തി കഴിഞ്ഞാലും ബോഡി ആ ഷേപ്പ് തന്നെയാണ് ഉണ്ടാകുക. അപ്പോൾ കാണുമ്പോൾ മലർന്നാണ് കിടക്കുന്നത്, പക്ഷെ ചെരിഞ്ഞ് കിടക്കുമ്പോൾ ഉള്ള അതേ പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ആൻ ഇൻഡിക്കേഷൻ ടു ദി എഫക്ട് ദാറ്റ് ദി ബോഡി ഹാസ് ബീൻ ഇന്റർഫിയർഡ് വിത്ത്. എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒന്നെങ്കിലും ബോഡി മരിച്ചു കിടന്ന സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടു, അതല്ലെന്നുണ്ടെങ്കിൽ മരണകാരണം തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതിന് ഉള്ള ഒരു ക്ലിയർ ഇൻഡിക്കേഷനാണ്. അപ്പോൾ ഇതും മെഡിക്കോ ലീഗൽ റെലവൻസ് ഉള്ള ഒരു കാര്യമാണ്. ഇനി എയർലി ചേഞ്ചസിൽ വരുന്ന ഒരു ചേഞ്ചാണ് റെറ്റിനൽ ചേഞ്ചസ് ആൻഡ് ചേഞ്ചസ് ഇൻ ദി വിട്രിയസ് ഹ്യൂമർ. അത് നമ്മുടെ കണ്ണിൻ്റെ റെറ്റിനയിൽ തിരിച്ചറിയാവുന്ന രീതിയിലുള്ള ചേഞ്ചസ് മരണത്തിന് ശേഷം സംഭവിക്കും. അതേപോലെ കണ്ണിനുള്ളിലുള്ള ഫ്ലൂയിഡ്, അതിനാണ് വിട്രിയസ് ഹ്യൂമർ എന്ന് പറയുന്നത്. ആ ഫ്ലൂയിഡിലും മാറ്റങ്ങൾ ഉണ്ടാവും. അതും മരണശേഷമുള്ള ടൈം നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ചേഞ്ചസും ദാറ്റ് വിൽ ഗീവ് ആൻ ഇൻഡിക്കേഷൻ. ഇത്രയാണ് ഏർലി ചേഞ്ചസിൽ വരുന്നത്. നെക്സ്റ്റ് ലേറ്റ് ചേഞ്ചസ് ആഫ്റ്റർ ഡെത്ത്. അതിലേക്കൊന്ന് പോവാം. ലേറ്റ് ചേഞ്ചസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 3 എണ്ണം. ഒന്ന് പ്യൂട്രിഫാക്ഷൻ, ദെൻ അഡിപ്പോസിയർ ഫോർമേഷൻ ആൻഡ് തേർഡ് ഈസ് മമ്മിഫിക്കേഷൻ. ഈ 3 ചേഞ്ചസ് അല്ലെങ്കിൽ ഈ 3 ടൈംസ് എന്താണെന്നുള്ളത് കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ടൈമിങ് ഏകദേശം നമുക്ക് 8:15 8:30 ആകുമ്പോഴേക്കും ക്ലാസ് ആയിട്ടുള്ള നിർത്താമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുള്ളിൽ ഈ 3 സ്റ്റേജുകൾ. പ്യൂട്രിഫാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം, ശരീരം ജീർണിക്കുക അല്ലെങ്കിൽ ദ്രവിക്കുക എന്നുള്ളത്. പ്യൂട്രിഫാക്ഷൻ ഓൾസോ ഈസ് ടേക്കിംഗ് പ്ലേസ് സ്റ്റേജ് ബൈ സ്റ്റേജ്. എയർലി പ്യൂട്രിഫാക്ഷനിൽ ബോഡിയുടെ കളറിന് മാറ്റം വരുന്നു, സ്കിന്ന് ലൂസാവുന്നു, അതുപോലെ ടിഷ്യൂസിന് ഉള്ളിൽ ഉള്ള കെമിക്കൽ ആക്ഷൻ കൊണ്ട് ഗ്യാസ് ഫോം ചെയ്യുന്നു, ഗ്യാസ് ഫോം ചെയ്തിട്ട് ബോഡി വീർക്കുന്നു. അങ്ങനെയുള്ള സ്റ്റേജസ് ആണ് എയർലി പ്യൂട്രിഫാക്ഷൻ സ്റ്റേജിൽ. സെക്കൻഡ് സ്റ്റേജിലേക്ക് ആകുമ്പോഴേക്കും ബോഡിയിൽ ഈ മഗട്സ്, അതായത് പുഴുക്കളിരിക്കാൻ തുടങ്ങും. പലതരത്തിലുള്ള ഇൻസെക്ട്സിൻ്റെ, ഈച്ചയുടെയും ഒക്കെ പുഴുക്കൾ ശരീരത്തിലിരിക്കാൻ തുടങ്ങും. ദെൻ അപ്പോൾ ബോഡി വീണ്ടും ലൂസായി ഡിസിൻറ്റഗ്രേഷൻ തുടങ്ങിയിട്ടുണ്ടാവും. ആ ആക്ഷനും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കഴിയും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബോഡി വണ്ട് അതുപോലെയുള്ള വേറെ ജീവികൾ അത് തിന്നാൻ തുടങ്ങും. അപ്പോൾ ഈ പ്യൂട്രിഫാക്ഷൻ്റെ ഈ പുഴുക്കളരിക്കുന്ന സ്റ്റേജിൽ സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂസ് ആണ് അത് നശിപ്പിക്കുക. അതിനുശേഷം പിന്നെ കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള ഈ ബോഡി പാർട്സൊക്കെ ഈ വണ്ടുകളും ഒക്കെയാണ് തിന്നുക. അങ്ങനെ ആ പ്യൂട്രിഫാക്ഷൻ്റെ സ്റ്റേജ് അനുസരിച്ചിട്ട് മരണത്തിന് ശേഷം എത്ര സമയമായിട്ടുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് നമുക്കതിനുള്ള മെഡിക്കോ ലീഗൽ റിലവൻസ് ഓഫ് പ്യൂട്രിഫാക്ഷൻ. അപ്പോൾ എത്ര ദിവസമായെന്നുള്ളത്
കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും അതിൽ പ്രസന്റ് ആയിട്ടുള്ള മഗേർട്സിന്റെ സൈസ്, ഏത് തരത്തിലുള്ള ഈച്ചകളുടെ മഗേർട്സ് ആണ് എന്നൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ പ്രസൻസിന്റെ അനുസരിച്ചിട്ട് എത്ര ദിവസമായിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി സോഫ്റ്റ് ടിഷ്യൂസ് ഒക്കെ നഷ്ടപ്പെട്ടിട്ട് ഹാർഡ് ടിഷ്യൂസ് ആണ് അത് ആഹരിക്കുന്ന വണ്ടുകൾ ഒക്കെ ആണ് പ്രസന്റ് എങ്കിൽ അതിൻ്റെ ഏത് ടൈപ്പിൽപ്പെട്ട വണ്ടുകളാണ് പ്രസന്റ് ആയിട്ടുള്ളതെന്ന് നോക്കിയിട്ട് പ്യൂട്രിഫാക്ഷൻ്റെ സ്റ്റേജ് ലേറ്റ് സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ എത്ര ദിവസമായി എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ കിട്ടും. അപ്പോൾ അതാണ് പ്യൂട്രിഫാക്ഷനെ കുറിച്ച് നമുക്ക് പ്രധാനമായിട്ട്. പ്യൂട്രിഫാക്ഷനെ പിന്നെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അഗെയിൻ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, ബോഡി ഏത് കണ്ടീഷനിലാണുള്ളത്, ഇപ്പോൾ ഹ്യൂമിഡ് ആയിട്ടുള്ള സ്ഥലത്താണോ നടക്കുന്നത്, വെള്ളത്തിലാണോ നടക്കുന്നത്, ഡ്രസ്സുണ്ടോ, ഇതുപോലുള്ള കാര്യങ്ങൾക്കനുസരിച്ചിട്ട് പ്യൂട്രിഫാക്ഷൻ്റെ ആ റേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേജ് സമയം വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ, അത്രയാണ് പ്യൂട്രിഫാക്ഷൻ. നൗ ഈ അഡിപ്പോസിയർ ആൻഡ് മമ്മിഫിക്കേഷൻ, ഇതും കൂടി പറഞ്ഞിട്ട് ഞാൻ തൽക്കാലം നമുക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഈ അഡിപ്പോസിയർ ഫോർമേഷൻ അതെന്താന്നുള്ളത്, അഡിപ്പോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിലുള്ള ഫാറ്റ് ഹൈഡ്രോജനേഷൻ കൊണ്ട് അത് സോളിഡ് ആകുന്ന ഫാറ്റ്, നമുക്കറിയാം ഫാറ്റ് ഒരു സെമി സോളിഡ് സ്റ്റേജിലാണ് ഉണ്ടാകുക. അത് ഹൈഡ്രോജനേഷൻ, അതായത് ഹൈഡ്രജനുമായിട്ട് ഇതിലേക്ക്, അതായത് നമ്മളെ ഡാൽഡ ഉണ്ടാക്കുന്ന പോലെ വെജിറ്റബിൾ ഓയിലിൽ കൂടി ഹൈഡ്രജൻ കടത്തി വിട്ട് കഴിയുമ്പം അത് കട്ടി പിടിക്കുന്നു. അതുപോലെ തന്നെയാണ് ശരീരത്തിലുള്ള ഫാറ്റിൽ ഹൈഡ്രോജനേഷൻ കൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഹൈഡ്രോജനേറ്റ് ചെയ്തിട്ട് ബോഡി ആ ഫാറ്റ് ബോഡിയിൽ കട്ടിയാവുന്നു. അങ്ങനെ കട്ടിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി പ്യൂട്രിഫാക്ഷനിലേക്ക് പോകുന്നില്ല, ബോഡി ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യില്ല, ബോഡിയുടെ ഷേപ്പും എല്ലാം അങ്ങനെ തന്നെ നിൽക്കുന്നു. ഇതിന് ഈ 3 സ്റ്റേജുകൾക്കും, അതായത് ലേറ്റ് ചേഞ്ചസിൽ പറയുന്ന പ്യൂട്രിഫാക്ഷനും അഡിപ്പോസിയർ ഫോർമേഷനും മമ്മിഫിക്കേഷനും, അതിന് ഓരോ അനുകൂല ഘടകങ്ങൾ ഉണ്ടാകുന്നതിനനുസരിച്ചിട്ടാണ് ഇത് സംഭവിക്കുക. അല്ലാതെ ഒരേ ബോഡിയിൽ തന്നെ പ്യൂട്രിഫാക്ഷനും അഡിപ്പോസിയർ ഫോർമേഷനും മമ്മിഫിക്കേഷനും സംഭവിക്കുകയല്ല എന്ന് ലേറ്റ് സ്റ്റേജിൽ ഏതാണോ സാഹചര്യം, പ്യൂട്രിഫിക്കേഷന് അനുകൂലമായ സാഹചര്യമാണെങ്കിൽ ബോഡി പ്യൂട്രിഫൈ ചെയ്തിട്ട് അങ്ങനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു. അതേസമയം പ്യൂട്രിഫിക്കേഷൻ സാധ്യമല്ലാത്തതും അതേസമയം അഡിപ്പോസിയർ ഫോർമേഷന് സാധ്യമാകുന്ന കണ്ടീഷനാണ് നിലവിലുള്ളതെങ്കിൽ അതെന്താണെന്നുള്ളത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അഡിപ്പോസിയർ ഫോർമേഷൻ വരും. അഡിപ്പോസിയർ ആയിട്ട് ഫോർമേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡിയുടെ ഷേപ്പ് അങ്ങനെ തന്നെ റിട്ടേൺ ചെയ്ത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാതെ ബോഡി അങ്ങനെ തന്നെ ഐഡന്റിഫയബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലുണ്ടാവും. അപ്പം ബോഡിയിൽ ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ അതൊക്കെ പ്രസന്റ് ആയിരിക്കും. ബോഡിയുടെ ഷേപ്പ് ഏകദേശം അതേ വലുപ്പത്തിൽ തന്നെ അങ്ങനെ തന്നെ ഉണ്ടാകും. ബോഡി സ്ട്രക്ചറൊക്കെ ഇൻടാക്റ്റ് ആയിരിക്കും. ആളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന സ്റ്റേജിൽ ആയിരിക്കും അഡിപ്പോസിയർ ഫോർമേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ അഡിപ്പോസിയർ ഫോർമേഷൻ സംഭവിക്കാനായിട്ട് ഒന്ന് ബോഡി ഫാറ്റി ബോഡി ആയിരിക്കണം, ഫാറ്റുള്ള ഭാഗത്ത് പാർഷ്യലായിട്ടുള്ള ഫോർമേഷൻ സംഭവിക്കാം. ഫാറ്റി ആയിട്ടുള്ള പാർട്ടുകൾ അഡിപ്പോസിയർ ഫോർമേഷനും അല്ലാതെ ചില ഭാഗം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാകും പ്യൂട്രിഫിക്കേഷൻ കൊണ്ട്. ഇനി പ്രധാനമായിട്ടും അഡിപ്പോസിയർ ഫോർമേഷൻ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അറ്റ്മോസ്ഫിയറുമായിട്ടുള്ള എക്സ്പോഷർ, അതായത് എയറും ആയിട്ടുള്ള എക്സ്പോഷർ ഇല്ലാതെ, പ്രധാനമായിട്ടും വെള്ളത്തിൻ്റെ അടിയിൽ, അതിപ്പം ഉപ്പുവെള്ളമായാലും ശുദ്ധജലത്തിലായാലും വെള്ളത്തിൻ്റെ അടിയിലാണെന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ, ഈ പ്യൂട്രിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഓർഗാനിസംസുമായിട്ടുള്ള കണക്ഷൻ ഇല്ലാതാവുന്നു. അതേപോലെ എയർ സർക്കുലേഷനും ഇല്ലാത്ത കണ്ടീഷനിൽ ആണ് സാധാരണഗതിയിൽ അഡിപ്പോസിയർ ഫോർമേഷൻ. അപ്പം കടലിൽ കിടക്കുന്ന ബോഡിയിൽ അല്ലെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അടിയിൽ എന്തെങ്കിലും അടിയിൽ ബോഡി തിരികെയൊക്കെ വെച്ചിരിക്കുന്ന അങ്ങനെയുള്ള ബോഡികളിൽ അഡിപ്പോസിയർ ഫോർമേഷൻ സംഭവിക്കും. ഈ അഡിപ്പോസ് ഫോർമേഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എയർലി സ്റ്റേജിൽ അതിന് ഈ പ്യൂട്രിഫൈ ചെയ്ത ബോഡിയുടെ സ്മെല്ലെല്ലാം ഉണ്ടാകുക ഒരു കേടായ ബട്ടറിൻ്റെ സ്മെല്ലാണ് ഇനീഷ്യൽ സ്റ്റേജിൽ ഉണ്ടാകുക. ഒരു 4 മാസം കൊണ്ടൊക്കെയാണ് അഡിപ്പോസിയർ ഫോർമേഷൻ ഏകദേശം തുടങ്ങുക. അതൊരു 1 വർഷം 2 വർഷമൊക്കെ എടുക്കും ഫുള്ളാവാനായിട്ട്. ലേറ്റ് സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ സ്മെല്ലുണ്ടാവില്ല. അപ്പോൾ അഡിപ്പോസ് സ്റ്റേജിലേക്ക് എത്തിയ ഒരു ബോഡി ആണെന്നുണ്ടെങ്കിൽ, ഏർലി സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ അതിന് ഈ ഒരു ടെൽറ്റൈൽ സ്മെല്ലാണ് ഉണ്ടാകുക, റാൻസിഡ് ബട്ടറിൻ്റെ സ്മെല്ല്, അല്ലാതെ പ്യൂട്രിഫൈ ചെയ്ത ബോഡിയുടെ അല്ല. പക്ഷേ 1-2 വർഷത്തിന് ശേഷമാണെന്നുണ്ടെങ്കിൽ സ്മെല്ല് തന്നെ ഉണ്ടാവില്ല. അപ്പോൾ മെഡിക്കോ ലീഗൽ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റേജ് ഓഫ് അഡിപ്പോസ് നോക്കിയിട്ട് മരണം നടന്നിട്ട് എത്ര സമയമായിട്ടുണ്ടെന്നുള്ളത്, എത്ര കാലമായിട്ടുണ്ടെന്നുള്ളത് ഏകദേശം കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഐഡന്റിഫിക്കേഷൻ, ഇഞ്ചുറി മുമ്പ് പറഞ്ഞ ബോഡി
ആരുടേതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും അതേപോലെ ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഏകദേശം അതിൽ ഇൻടാക്റ്റ് ആയിട്ടുണ്ടാവും. ഇതാണ് അഡിപ്പോസിയർ ഫോർമേഷൻ. പിന്നെ മൂന്നാമത്തെ സ്റ്റേജ് മമ്മിഫിക്കേഷൻ. മമ്മിഫിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. കാരണം വെച്ചാൽ എന്താണ് മമ്മി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിരമിഡിൽ, ഈജിപ്ഷ്യൻ പിരമിഡിലൊക്കെ മമ്മീസ് ഉണ്ടായിരുന്നു. അതായത് ബോഡി ഉണങ്ങിയ രീതിയിൽ റീറ്റൈൻ ചെയ്തിരിക്കുന്ന ആ കണ്ടീഷനാണ് മമ്മിഫൈഡ് ബോഡി എന്ന് പറയുന്നത്. ഈ മമ്മിഫിക്കേഷൻ നടക്കാനാണെന്നുണ്ടെങ്കിലും അതിന് അനുകൂല ഘടകങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്നെങ്കിൽ അത് ആർട്ടിഫിഷ്യലായിട്ട് രണ്ട് തരത്തിൽ. ഇപ്പം പഴയ കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബോഡി അഴുകാതിരിക്കാൻ വേണ്ടിയിട്ട് സുഗന്ധദ്രവ്യങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ട്, കെമിക്കൽസ് ഒക്കെ ചേർത്ത് വെച്ചിട്ട് മമ്മിഫിക്കേഷൻ. അതേസമയം ഇപ്പോഴാണെന്നുണ്ടെങ്കിലും പിന്നെ ബോഡി നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ പിന്നീട് എക്സാമിനേഷന് വേണ്ടിയിട്ട്, അനാട്ടമിക്കൽ എക്സാമിനേഷനൊക്കെ വേണ്ടിയിട്ട് ബോഡി അങ്ങനെ തന്നെ റീറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എംബാം ചെയ്യാന്ന് പറയും. ബോഡി അങ്ങനെ തന്നെ പ്രിസർവ് ചെയ്യുന്നത്. അത് ആർട്ടിഫിഷ്യൽ മമ്മിഫിക്കേഷൻ ആണ്. നാച്ചുറൽ ആയിട്ടും മമ്മിഫിക്കേഷൻ സംഭവിക്കാം. ഇതൊന്നും കൂടാതെ ആണെന്നുണ്ടെങ്കിൽ സർക്കംസ്റ്റാൻസ് കൺഡ്യൂസീവ് ടു ദി മമ്മിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ, അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്യൂട്രിഫിക്കേഷനും അഡിപ്പോസിയർ ഫോർമേഷനും സംഭവിക്കാനുള്ള കൺഡ്യൂസീവ് ആയിട്ടുള്ള ഉള്ള കണ്ടീഷൻ അല്ല എങ്കിൽ, മമ്മിഫിക്കേഷന് കൺഡ്യൂസീവ് ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാപ്പിഡ് ലോസ് ഓഫ് വാട്ടർ, പെട്ടെന്ന് ശരീരത്തിലെ ജലാംശം പെട്ടെന്ന് നഷ്ടപ്പെടുന്നത് ആയിട്ടുള്ള കണ്ടീഷൻ. പിന്നെ ടെമ്പറേച്ചർ വളരെ പ്രധാനമാണ്. സാധാരണഗതിയിൽ ഹൈ ടെമ്പറേച്ചറിൽ, പ്രത്യേകിച്ച് ഇപ്പം ഒരു ബോഡി മരുഭൂമിയിലൊക്കെയാണ് മണലിൽ കുഴിച്ചിടുന്നു, ഷാലോ അധികം ആഴത്തിലില്ലാതെ ചൂടുള്ള മണലിൽ കുഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ മണലുമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് ബോഡിയിൽ നിന്ന് ജലാംശം പെട്ടെന്ന് വലിച്ചെടുക്കപ്പെടും. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി പ്യൂട്രിഫിക്കേഷൻ നടക്കില്ല, ഇത് അഡിപ്പോസിയർ ഫോർമേഷനിലേക്ക് പോകില്ല. അങ്ങനെയുള്ള സ്റ്റേജിൽ ബോഡി മമ്മിഫൈ ചെയ്യുക, ചുരുങ്ങി ഉണങ്ങി ജലാംശം നഷ്ടപ്പെട്ട് ആ കണ്ടീഷനിലാവും. അങ്ങനത്തെ കണ്ടീഷനിലും മെഡിക്കൽ ലീഗൽ സിഗ്നിഫിക്കൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡിയുടെ ഷേപ്പ് റീറ്റൈൻ ചെയ്തിട്ടുണ്ടാവും, ബോഡി പാർട്സ് എല്ലാം ഇൻടാക്റ്റ് ആയിരിക്കും, ഐഡന്റിബിൾ ഫോമിലായിരിക്കും, ഐഡന്റിഫയബിൾ ആയിട്ട് ഉള്ള കണ്ടീഷനിലായിരിക്കും. ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഇഞ്ചുറീസ് ഒക്കെ ബോഡിയിൽ കാണാവുന്ന തരത്തിലായിരിക്കും. ഇപ്പൊ ഈവൻ ഒരു ഹോട്ടായിട്ടുള്ള സർക്കംസ്റ്റാൻസിൽ ബോഡി എക്സ്പോസ്ഡ് ആണെങ്കിൽ പോലും, ഇപ്പം ചിലപ്പോൾ മരത്തിന്റെ മുകളിലൊക്കെ വെയിൽ ഉള്ള സമയത്ത് മരത്തിന്റെ മുകളിൽ നല്ല ചൂട് കാറ്റടിക്കുന്നിടത്താണെന്നുണ്ടെങ്കിൽ ബോഡി മമ്മിഫിക്കേഷൻ ആണ് സംഭവിക്കുക. പ്യൂട്രിഫൈ ചെയ്യുന്നതിന് പകരം ബോഡിയിലുള്ള ജലാംശം പെട്ടെന്ന് നഷ്ടപ്പെട്ട് മരത്തിന്റെ മുമ്പിലൊക്കെ ചിലപ്പോൾ ഉണങ്ങിയ ബോഡികൾ അങ്ങനെ കാണാൻ പറ്റും. ഇതാണ് മമ്മിഫിക്കേഷന്റെ. പക്ഷെ മമ്മിഫിക്കേഷനും ഈ അഡിപ്പോസിയർ ഫോർമേഷനും തമ്മിലുള്ള രണ്ട് ഡിഫറൻസും കൂടി ഈ സമയത്തൊന്ന് നോക്കി പോകണം. അഡിപ്പോസിയർ ഫോർമേഷനിൽ സാധാരണഗതിയിൽ ശരീരത്തിന്റെ ഏറ്റവും പുറമേ ഉള്ള തൊലിയുടെ ഔട്ടർ കവറിങ് പലപ്പോഴും നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് ശരീരത്തിന്റെ കളറ്, അതായത് ഇപ്പം ബ്ലാക്ക് ആണോ അല്ലെങ്കിൽ ഫെയർ സ്കിൻഡ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതേസമയം മമ്മിഫിക്കേഷനിലാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് സ്കിന്നും റീറ്റൈൻ ചെയ്തിട്ടുണ്ടാവും. കളറ് പക്ഷേ കൃത്യമായിട്ട് മനസ്സിലാവില്ല, കാരണം എപ്പോഴും ഒരു ബ്ലാക്കനിങ് ഉണ്ടാവും. എങ്കിൽ പോലും ഫെയർ സ്കിൻഡ് ആയിരുന്നോ അല്ലെങ്കിൽ ബ്ലാക്ക് ആയിരുന്നോ എന്നുള്ളതിനെ കുറിച്ചൊരു ഇൻഡിക്കേഷൻ കിട്ടും, ഒന്ന്. പിന്നെ അഡിപ്പോസിയർ ഫോർമേഷനിലാണെന്നുണ്ടെങ്കിൽ ബോഡിയുടെ ആ സൈസ് ഏകദേശം അങ്ങനെ തന്നെ റീറ്റൈൻ ചെയ്തിട്ടുണ്ടാവും, ചുരുങ്ങിയിട്ടുണ്ടാവില്ല. അതേസമയം മമ്മിഫിക്കേഷനിൽ ബോഡി ചുരുങ്ങിയിട്ടുണ്ടാവും, ബോഡിയുടെ വണ്ണമൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ ഷേപ്പ് റീറ്റൈൻ ചെയ്തിട്ടുണ്ടാവും. ഇഞ്ചുറീസ്, അപ്പം മമ്മിഫൈഡ് ബോഡിയിലാണെന്നുണ്ടെങ്കിൽ ഇഞ്ചുറിയുടെ മാർജിൻസ് അടക്കം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അഡിപ്പോസിയറിലാണെന്നുണ്ടെങ്കിൽ ഇഞ്ചുറീസിന്റെ മാർജിൻസ് അത്ര ക്ലിയർ ആവണമെന്നില്ല. ഫാറ്റിന്റെ പ്രസൻസിനനുസരിച്ചിട്ട് നല്ല ഫാറ്റി ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഏകദേശം സെയിം ഷേപ്പിൽ തന്നെ ഉണ്ടാകും. പക്ഷെ അത്ര ഫാറ്റി അല്ലാത്തതാണ്, ഫാറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഇഞ്ചുറീസ് കാണാൻ പറ്റും, ഐഡന്റിഫയബിൾ ആയിരിക്കും. പക്ഷെ എക്സ്റ്റേണൽ അപ്പിയറൻസ് മുഴുവനും അങ്ങനെ തന്നെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ലേറ്റ് ചേഞ്ചസിനെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ ഉള്ളത്. ഇനി ബാക്കി ഉള്ള ആസ്പെക്ട്സ് ഇപ്പം നമുക്ക് നമ്മുടെ ടൈം ഏകദേശം 1.5 മണിക്കൂറായി. ഇനിയുള്ളത് എനിക്ക് അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു 2 സെഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒന്ന് കവർ ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്യാൻ പറ്റും. തൽക്കാലം ഞാനിവിടെ ഒന്ന് നിർത്താണ്. ഇനി നമുക്ക് ഇന്ററാക്ഷന് വേണ്ടിയിട്ടുള്ള സമയമാണ്.
Pramod sir, please. Yes, yes. Interaction. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ പാർട്ടിസിപ്പൻസ് ഹാൻഡ് റേസ് ചെയ്താല് ഹോസ്റ്റ് ആ പാർട്ടിസിപ്പന്റിനെ അൺമ്യൂട്ട് ചെയ്ത് തരുന്നതാണ്. ക്വസ്റ്റ്യൻ ഡയറക്ട്ലി ചോദിക്കാം. പക്ഷേ ക്വസ്റ്റ്യൻ ഷുഡ് ബി കൺഫൈൻ ടു ദി ഏരിയ വേർ മിസ്സസ് സാർ കവർ ചെയ്ത ഏരിയക്കകത്ത് തന്നെ നിൽക്കണം. നോട്ട് ബിലോങ്സ് ടു നമുക്ക് ചിലപ്പോൾ ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ടായിരിക്കും നമ്മുടെ ഡൗട്ട് എങ്കിൽ അതിപ്പോ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ചിലപ്പോൾ ആൻസർ ചെയ്ത് തീർക്കാൻ കഴിയില്ല. നമുക്കത് വളരെ ടൈം ഷെഡ്യൂളിൽ നമുക്കത് വൈൻഡ് അപ്പ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് പാർട്ടിസിപ്പൻസ് ആർ റിക്വസ്റ്റ് ടു റേസ് ദെയർ ഹാൻഡ്സ് so that the host can unmute you for putting your question to our faculty member. Say, gracious sir. Again, sir, ചോദിച്ചോളൂ. Again. അപ്പൊ ചോദ്യങ്ങള് തയ്യാറാകുന്നതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഒരു കാര്യം കൂടെ പറയാം. ഇപ്പം ഞാൻ ഈ ടൈം കൺസെന്റ് ഉള്ളതുകൊണ്ട് ഓരോ ഭാഗങ്ങളും വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പോയത് എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അതിൽ ഏതെങ്കിലും പോർഷൻ കുറച്ചും കൂടെ എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളതുണ്ടെങ്കിൽ അത് അങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചു പോകുന്നതായിരിക്കും നല്ലത്. പ്രമോദ് സാർ പറഞ്ഞ പോലെ കൂടുതൽ നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ കേസിലേക്ക് പോകുന്നതിന് പകരം അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിരിക്കും. ശരി സാർ, ഞാൻ ചോദിക്കുന്നത് നമ്മുടെ മെഡിക്കൽ ലീഗൽ കേസുകളില് വൂണ്ട് സർട്ടിഫിക്കറ്റ് ഏത് വൂണ്ട് സർട്ടിഫിക്കറ്റ് ആണ് ഉപയോഗിക്കേണ്ടതെന്ന് ഡൗട്ട് ഉണ്ട്. സാധാരണ നമ്മളിപ്പോൾ ഒരു ചെറിയ ഒരു 307 കേസിലായാലും ശരി, സാധാരണ നമുക്ക് പോലീസ് ഹാജരാക്കുന്നത് ആക്സിഡന്റ് രജിസ്റ്റർ വൂണ്ട് സർട്ടിഫിക്കറ്റ് എന്നുള്ളതാണ്. ആ ഒരു സബ്ജക്ട് അടുത്ത ക്ലാസ്സിൽ എടുത്താലും മതി. അത് നമ്മുടെ ക്രിമിനൽ കേസുകളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് സീനിയർ പറഞ്ഞൊരു ഓർമ്മേണ്ടതാണ്. ഏത് തരം വൂണ്ട് സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ മെഡിക്കൽ ലീഗൽ കേസുകളിൽ നമ്മൾ നോക്കേണ്ടതെന്നുള്ളത്? ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോകാം. ബാക്കിയുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ളത് അടുത്ത ക്ലാസ്സിൽ കവർ ചെയ്യാൻ മതി പറ്റും. സാർ, അത് മതി സാറേ, അടുത്ത ക്ലാസ് പറഞ്ഞാലും മതി. ഓക്കെ പ്ലീസ്. അപ്പൊ ഇതിൽ കവർ ചെയ്ത ഏരിയയിലുള്ള ഏതെങ്കിലും കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, ഇപ്പം ഈവൻ നമ്മളിപ്പോ ഓരോ ബോഡി പാർട്ടിന്റെ പേരുകൾ അല്ലെങ്കിൽ ബോൺസിന്റെ പേരുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ ഇപ്പോൾ ഡെത്തിന് ശേഷമുള്ള ചേഞ്ചസ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഇപ്പോൾ ഈ പ്യൂട്രിഫിക്കേഷൻ അല്ലെന്നുണ്ടെങ്കിൽ പോസിയർ ഫോർമേഷൻ അല്ലെങ്കിൽ മമ്മിഫിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏതെങ്കിലും കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിലേക്ക് പോകാം. ഓക്കെ പ്ലീസ്. മരണം കഴിഞ്ഞാലേ ടെമ്പറേച്ചർ വ്യത്യാസം വരുന്നതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എത്ര, അങ്ങനെ അതൊന്ന് ഡീറ്റെയിൽ പറയാം. ഓക്കെ. റേറ്റ് ഓഫ് കൂളിംഗ് അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഞാൻ പറഞ്ഞു, ഈ കൂളിംഗ് സംഭവിക്കുന്നത് നമ്മളെ ബോഡി ടെമ്പറേച്ചർ ആർട്ടിഫിഷ്യൽ ആയിട്ട് സാധാരണ കേൾക്കുന്നില്ല. ഒന്ന് ഹോസ്റ്റ് ഒന്ന് ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തേ. എല്ലാവരും മ്യൂട്ട് ചെയ്ത്, ഞാൻ എന്നെ മ്യൂട്ട് ചെയ്ത് ഞാൻ അൺമ്യൂട്ട് ചെയ്തോളാം. ഓക്കെ, കേൾക്കാമോ? ഓക്കെ. അപ്പോ സാധാരണഗതിയിൽ അത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിലായിരിക്കും സാധാരണ എല്ലാ ഓബ്ജക്ട്സും. ആർട്ടിഫിഷ്യലായിട്ട് ഐദർ കൂൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുന്ന എല്ലാ ഓബ്ജക്ട്സും ആ സ്ഥലത്തെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിലായിരിക്കും. അതാണ് നമുക്കറിയാവുന്ന ഏറ്റവും ബേസിക് ആയിട്ട്. ഇപ്പം ഒരിടത്തിരിക്കുന്ന വെള്ളമായാലും ഒരു സോളിഡ് സബ്സ്റ്റൻസ് ആയാലും എന്തായാലും ആ തരത്തിലായിരിക്കും. അതേസമയം ആർട്ടിഫിഷ്യലായിട്ട് അതിന് വേരിയേഷൻ, ഇപ്പോൾ ഫ്രിഡ്ജിനകത്തിരിക്കുന്ന സാധനം നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് തണുപ്പിക്കുന്നുണ്ട്, അതേപോലെ അടുപ്പിലുള്ള സാധനങ്ങൾ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ചൂടാക്കുന്നുണ്ട്. അതുപോലെയാണ് നമ്മളെ ബോഡിയുടെ ടെമ്പറേച്ചർ. ബോഡിക്കുള്ളിൽ ഒരു തീന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, പക്ഷെ തീ കത്തുന്നില്ല എന്നുണ്ടെങ്കിലും അത് കെമിക്കൽ ആക്ഷൻ കൊണ്ട് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിനേക്കാൾ ഉയർന്നു നിൽക്കും. മരണത്തോട് കൂടിയിട്ട് ആ ബോഡി ഫങ്ഷൻസ് നിൽക്കുന്നതുകൊണ്ട് സപ്ലൈ ഓഫ് ഹീറ്റ് കട്ടായി. അത് കഴിഞ്ഞാൽ പിന്നെ ചൂടുവെള്ളം തുറന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തണുത്തു പോകുന്ന പോലെ തന്നെ ബോഡിയും തണുക്കുന്നു. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട്
ഈ കൂളിംഗ് എന്നുള്ളതുകൊണ്ട് സംഭവിക്കുന്നത്. പക്ഷേ ഈ കൂളിംഗ് ഇപ്പം വെള്ളം തണുക്കുന്ന പോലെ, വെള്ളമാണെന്നുണ്ടെങ്കിൽ തീ കെടുത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ തണുക്കാൻ തുടങ്ങുകയാണ്. പക്ഷെ ബോഡി പെട്ടെന്ന് തണുക്കുന്നില്ല. കാരണം മരിച്ചാൽ കുറച്ച് സമയത്തേക്കും കൂടെ ബോഡിയിൽ നമ്മൾ പറഞ്ഞ മോളിക്കുലർ ഡെത്ത് സംഭവിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കെമിക്കൽ ആക്ഷൻസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെയും കുറച്ച് സമയത്തേക്കും കൂടി ഈ ലൈഫ് ഇല്ലെങ്കിൽ പോലും ടെമ്പറേച്ചർ ഉയർന്നു തന്നെ നിൽക്കും. കുറച്ച് സമയത്തേക്കും കൂടെ ബോഡിയിലേക്ക് ഹീറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനുശേഷമാണ് കൂളിംഗ് തുടങ്ങുക. കൂളിംഗ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ എപ്പോഴും ഇനീഷ്യൽ സ്റ്റേജിൽ കൂളിംഗ് ഫാസ്റ്റ് ആയിരിക്കും. കാരണം അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിലേക്ക് എത്താനുള്ള തത്രപ്പാടിൽ ബോഡി കൂളിംഗ് ആദ്യത്തെ സ്റ്റേജിൽ ഫാസ്റ്റ് ആവും. പക്ഷെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനോട് അടുക്കും തോറും ആ റേറ്റ് ഓഫ് കൂളിംഗ് കുറഞ്ഞു വരും. അത് ഉദാഹരണത്തിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു കയറ്റത്തുനിന്ന് ഒരു ബോള് ഉരുളുന്ന പോലെ ഏറ്റവും സ്ലോപ്പുള്ള ഭാഗത്ത് നല്ല ഫാസ്റ്റ് ആയിട്ടും അത് കഴിഞ്ഞ് നിരപ്പിലേക്ക് എത്തുമ്പോഴത്തേക്കും അതിൻ്റെ മോഷൻ സ്ലോ ആയി വരുന്ന പോലെ തന്നെ ഈ ടെമ്പറേച്ചറും താഴ്ന്നു വരുന്നത് ഇനിഷ്യൽ സ്റ്റേജിൽ ഫാസ്റ്റ് ആയിട്ടും പിന്നെ സ്ലോ ആയിട്ടും വരുന്നു. ഇതാണ് സാധാരണതയിൽ സംഭവിക്കുന്നത്. പക്ഷെ അത് പല കാരണങ്ങൾ കൊണ്ട് ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പീഡ് ഇല്ലാതെ വരാം. അതിലാണ് ഞാൻ പറഞ്ഞത്, ഒന്ന് പല ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ടൈപ്പ് ഓഫ് ബോഡി. ഫാറ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ള ബോഡി ആണെന്നുണ്ടെങ്കിൽ അതിന് ടെമ്പറേച്ചർ നഷ്ടപ്പെടുന്നത് സ്ലോ ആയിരിക്കും. അതേസമയം മെലിഞ്ഞതും പ്രായമായതും അൺഹെൽത്തി ആയിട്ടുള്ള ബോഡി ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികളുടെ ബോഡി, അതിൽ നിന്നൊക്കെ ഹീറ്റ് വേഗത്തിന് നഷ്ടപ്പെടും. അതിനനുസരിച്ചിട്ട് റേറ്റ് ഓഫ് കൂളിങ്ങും ഫാസ്റ്റ് ആയിരിക്കും. ഒന്നത്. രണ്ട്, ബോഡി ഡ്രസ്സ് നന്നായിട്ട് തിക്കായിട്ടുള്ള ഡ്രസ്സ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ നഷ്ടപ്പെടുന്നത് സ്ലോ ആയിരിക്കും. അതേപോലെ വെള്ളത്തിലാണ് കിടക്കുന്നതെങ്കിൽ, വെള്ളത്തിൽ ഇപ്പോൾ ഏതെങ്കിലും ലിക്വിഡിലാണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ നഷ്ടപ്പെടുന്നത് ഫാസ്റ്റ് ആയിരിക്കും. കാരണം ബോഡിയുടെ എല്ലാ പാർട്ടിലേക്കും ഈ പാർട്ടിൽ നിന്നും ടെമ്പറേച്ചർ നഷ്ടപ്പെടുന്നതുകൊണ്ട് ഫാസ്റ്റ് ആയിട്ട് സംഭവിക്കും. അതേപോലെ ഹ്യൂമിഡിറ്റി, എയർ സർക്കുലേഷൻ, പ്രധാനമായിട്ടും എയർ സർക്കുലേഷൻ കൊണ്ടും പെട്ടെന്ന് ചൂട് നഷ്ടപ്പെടും. അപ്പൊ ഇങ്ങനത്തെ ഈ ഫാക്ടേഴ്സ് കൂളിങ്ങിനെ അഫക്റ്റ് ചെയ്യും. ഐദർ ഇറ്റ് വിൽ റിട്ടാർഡ് ഓർ ആക്സിലറേറ്റ്. അപ്പോൾ നമ്മൾ ബോഡി ടെമ്പറേച്ചർ നോക്കിയിട്ട് മരണം സംഭവിച്ചിട്ട് എത്ര സമയമായി എന്നുള്ളത് കണ്ടുപിടിക്കുമ്പോൾ ഈ ഫാക്ടേഴ്സും കൂടെ കണക്കിലെടുത്തിട്ട് വേണം, അതായത് കൂളിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന സർക്കംസ്റ്റാൻസും ഫാക്ടേഴ്സും കൂടി കണക്കിലെടുത്തിട്ട് വേണം തീരുമാനിക്കാൻ. അതാണ് ഈ പോസ്റ്റ്മോർട്ടം കൂളിങ്ങിന്റെ റിലവൻസ്, മെഡിക്കൽ ലീഗൽ റിലവൻസ്. ഓക്കെ. Advocate DK Mahesh has raised a hand. Advocate DK Mahesh. സാറ് ഓർഗൻസിനെ കുറിച്ച് പറയുമ്പോൾ മുഖത്തുള്ള ഇപ്പൊ മൂക്ക്, കണ്ണ്, ചെവി തുടങ്ങിയിട്ടുള്ള ഓർഗൻസിനെ കുറിച്ച്, അതുപോലെ പല്ല്, ഈ ഇഞ്ചുറി ഇതിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ കൊള്ളാം. രണ്ട്, സെക്ഷൽ ഓർഗൻസ്, ജെനിറ്റൽ ഓർഗൻസിനെ കുറിച്ചും സാറ് ഒന്ന് ടച്ച് ചെയ്ത് പോയാൽ നന്നായിരിക്കും. അനാട്ടമി എന്ന് പറയുന്നത് ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വക്കീലന്മാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ വളരെ ഒരു റിസ്കി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഡീപ്പായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാത്ത ഒരു ഏരിയ ആണ്. അതുകൊണ്ട് ഞാൻ വളരെ ജനറലായിട്ട് മാത്രം പറഞ്ഞു പോയതാണ്. ഇപ്പം അനാട്ടമി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടർ തന്നെ ഒരു ഫുൾ ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം വെച്ചിട്ട് ഇപ്പം നമ്മളെ മെഡിക്കൽ ലീഗൽ ആയിട്ടുള്ള റിലവൻസ് ഓർഗൻസിന്റെ പറയുമ്പോൾ പറഞ്ഞപ്പോൾ നേസൽ ബോൺസിന്റെ കാര്യം പറയാൻ വിട്ടുപോയി. മൂക്കിന് നേസൽ ബോൺസ് 2 ബോൺസ് ഉണ്ട്. അതേപോലെ അതിനോടൊപ്പം തന്നെ വരുന്നതാണ് ഇപ്പം മഹേഷ് വക്കീൽ ചൂണ്ടിക്കാണിച്ച ഒരു റിലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പല്ല്. സാധാരണ ഇഞ്ചുറിയിൽ ലോസ് ഓഫ് ടീത്ത് സംഭവിക്കും, അല്ലെങ്കിൽ ബ്രേക്കിംഗ് ഓഫ് ടീത്ത്, ആബ്സെൻസ് ഓഫ് ടീത്ത്, പ്രസൻസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഡെഞ്ചർ. ഇതൊക്കെ സാധാരണ ഗതിയിൽ വളരെ റിലവൻ്റ് ആവുന്ന കാര്യങ്ങളാണ്. അത് കറക്റ്റാണ്. അപ്പോൾ പല്ലിൻ്റെ ഈവൻ പല്ലിൻ്റെ ഒരു സ്റ്റേജ് നോക്കിയിട്ട് ആളുടെ ഏജ് കണ്ടുപിടിക്കാൻ പറ്റും.
അതേപോലെ ലോസ് ഓഫ് ടീത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ട്രോമാറ്റിക് അതായത് ഇല്ലെങ്കിലും പരിക്ക് പറ്റിയത് കൊണ്ടാണോ അത് നാച്ചുറലായിട്ട് നഷ്ടപ്പെട്ടിരുന്നതാണോ എന്നുള്ളത് അത് നോക്കിയിട്ട് ഇഞ്ചുറീസ് ഡിറ്റർമിൻ ചെയ്യുന്ന കാര്യത്തിൽ, അതേപോലെ ഐഡന്റിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഡഞ്ചസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ മരിച്ച ആളാരാണെന്ന് കണ്ടുപിടിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കും ഉപകാരപ്പെടും. അതേപോലെ കണ്ണിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ ഇപ്പോൾ ഐഡന്റിഫിക്കേഷൻ പോലും അത് ഞാൻ ഐറിസ് ഐഡന്റിഫിക്കേഷൻ, അതായത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ബോഡി വേറൊരു ക്ലാസ്സിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈവൻ ഐറിസ് നോക്കിയിട്ട് നമ്മളെ കൈരേഖ പോലെ തന്നെ ഐറിസിലുള്ള അടയാളങ്ങൾ യുണീക്ക് ആയിരിക്കും. ഐഡന്റിഫിക്കേഷന് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് കണ്ണിൻ്റെ ഐറിസ്. അതുപോലെ കണ്ണിലെ ഇഞ്ചുറീസ്, കണ്ണിൻ്റെ ഇഞ്ചുറീസ് എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉള്ള ഒരു ഭാഗമാണ്. അപ്പോൾ കണ്ണിലുണ്ടാകുന്ന ഇഞ്ചുറീസും പെട്ടെന്ന് വിസിബിൾ ആയിരിക്കും. അതേപോലെ തന്നെ കണ്ണിനുള്ളിൽ ഇപ്പോൾ റെറ്റിനൽ ചേഞ്ചസ് ഞാൻ പറഞ്ഞു, റെറ്റിനയ്ക്ക് മരണത്തിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ചേഞ്ച് വരും. റെറ്റിനയുടെ ഷേപ്പ്, അതേപോലെ റെറ്റിനയുടെ കളറ്. റെറ്റിന എന്ന് പറയുന്നത് കണ്ണിൻ്റെ ബാക്കിലുള്ള സ്ക്രീൻ പോലെയുള്ള ഭാഗം. നമ്മുടെ പുറത്തുനിന്നുള്ള ഒരു ലൈറ്റ് നമ്മളെ കണ്ണിൻ്റെ ലെൻസിൽ കൂടി ഉള്ളിൽ ചെന്നിട്ട് റെറ്റിനയിൽ തട്ടിയിട്ട് അവിടെ നിന്നുള്ള നെർവ്സ് ആണ് ബ്രെയിനിലേക്ക് അതിൻ്റെ സിഗ്നൽ കൊടുത്തിട്ടാണ് നമ്മൾ കാഴ്ച. അപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫങ്ഷൻ തന്നെ നിന്ന് റെറ്റിനയിലുള്ള ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ ആ റെറ്റിനയിലെ ചേഞ്ചിനനുസരിച്ചിട്ടും ടൈം ആഫ്റ്റർ ഡെത്ത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ കണ്ണിൻ്റെ ഇഞ്ചുറീസ് ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞു പ്രധാനമാണ്. പിന്നെ ഇപ്പോൾ ഇന്റേണൽ ഓർഗൻസിൽ ഞാൻ സെക്ഷൽ ഓർഗൻസിനെ കുറിച്ചും റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ കുറിച്ചും ടച്ച് ചെയ്യാതെ പോയതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ വേറൊരു ഏരിയ ആണ്. അപ്പം സെക്ഷൽ ഒഫൻസിന്റെ കാര്യങ്ങൾ വരുമ്പോഴും ഒക്കെ വളരെ റിലവൻ്റ് ആയിട്ട് ഉള്ള കാര്യങ്ങളാണ്. അതിലേക്ക് നമ്മൾ വേറൊരു അവസരത്തിൽ പോകാം. ജസ്റ്റ് ബാക്കിയുള്ള ഒരു ഞാൻ പൊസിഷൻ, അനാട്ടമിക്കൽ പൊസിഷൻ മനസ്സിലാക്കുന്ന സമയത്ത് ഈ ഇന്റേണൽ ഓർഗൻസിനെ കുറിച്ചൊന്ന് ജസ്റ്റ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്റേണലായിട്ടുള്ള സെക്ഷൽ ഓർഗൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൽ യൂട്രസ്, അതേപോലെ ഓവറി ഒക്കെ ആണ് പ്രധാനമായിട്ടും വരുന്നത്. പിന്നെ മെയിലിലാണെന്നുണ്ടെങ്കിൽ പെനീസ്, ടെസ്റ്റിക്കിൾസ് അത് വരുന്നുണ്ട്. പിന്നെ ഇന്റേണൽ ഓർഗൻസിൽ യൂറിനറി ബ്ലാഡർ, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അതൊക്കെ അബ്ഡോമിനിലെ ഏറ്റവും ബോട്ടം ഭാഗത്തായിട്ടാണ് യൂറിനറി ബ്ലാഡർ, അതേപോലെ യൂട്രസ്, ഓവറീസ് ഒക്കെ വരുന്നത്. പിന്നെ നമ്മളെ പെനിസ് അല്ലെന്നുണ്ടെങ്കിൽ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ഓറിഫൈസ്, അതൊക്കെ താഴ്ഭാഗത്ത് വരുന്നു ഈ പൊസിഷൻസ്. ഇനി ഇപ്പോൾ ഇത്ര ചോദിച്ചതിൻ്റെ കൂടെ ഞാൻ ഒരൊറ്റ കാര്യം കൂടെ പറയാം. മസിൽസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മളെ ശരീരത്തിലെ ഏറ്റവും വലിയ മസിൽസ്, ഏറ്റവും വലിയ ബോണ് ഫീമർ ആണെന്ന് പറഞ്ഞു, തുടയിലാണെന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ ഏറ്റവും വലിയ മസിൽ എന്ന് പറയുന്നത് നമ്മളെ ബട്ടക്സിലുള്ള മസിലാണ്. ബട്ടക്സ് പെട്ടെന്ന് നമുക്ക് അങ്ങനെ തോന്നില്ല. ഏറ്റവും വലിയ മസിൽ ഇപ്പോൾ ചിലരാണെന്നുണ്ടെങ്കിൽ ഇപ്പം കാലിൻ്റെ തുടയിലുള്ള മസിൽസ് ആണ് വരുന്നതെന്ന് തോന്നുന്നു. പക്ഷെ ആ മസിൽസ് ഉണ്ടെങ്കിൽ അത് കുറേ മസിൽസ് ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്, ഒറ്റ മസിലല്ല. സിംഗിൾ ലാർജസ്റ്റ് മസിൽ എന്ന് പറയുന്നത് നമ്മുടെ ബട്ടക്സിലുള്ള മസിൽസ് ആണ്. ഓക്കെ, ജയൻ സാർ ചോദിച്ചോളൂ. ഹലോ സാറേ, ഇമ്മീഡിയറ്റ് ചേഞ്ചസ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ, ഇമ്മീഡിയറ്റ് ചേഞ്ചസിൽ ഞാൻ പറഞ്ഞു, അതിൽ നമ്മൾ ക്ലാസിഫിക്കേഷനിൽ വരുന്ന 5 എണ്ണമാണ്. ഫസ്റ്റ്, സസേഷൻ ഓഫ് റെസ്പിറേഷൻ. അതായത് നമ്മുടെ ബോഡിയിലെ വൈറ്റൽ ഫങ്ഷൻസിൽ 3 എണ്ണത്തിൽ 1 ആണ് റെസ്പിറേഷൻ. റെസ്പിറേഷൻ തടസ്സപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസ്ഫിക്സിയ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഏത് കാര്യത്തിലാണെങ്കിലും ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ആയിട്ട് റെസ്പിറേഷൻ നിൽക്കുന്നു, ശ്വാസോച്ഛ്വാസം നിൽക്കുന്നു. അത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ മരിച്ചതാണോ എന്നുള്ളത് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്വാസോച്ഛ്വാസം ഉണ്ടോ എന്നുള്ളത് സാധാരണ പരിശോധിക്കുന്ന ഒരു ആസ്പെക്റ്റ് ആണ്. ദെൻ സർക്കുലേഷൻ, അനദർ വൈറ്റൽ ഫങ്ഷൻ ആണ് സർക്കുലേഷൻ ഓഫ് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് ബ്ലഡ്. അത് നിന്നിട്ടുണ്ടെങ്കിൽ
അതും നിൽക്കുന്നതാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുന്ന ഇമ്മീഡിയറ്റ് ചേഞ്ചസിൽ ഒന്ന്. പിന്നെ തേർഡ് വൺ സെൻസിബിലിറ്റി. ബോഡിയിൽ ടച്ച് ചെയ്താലൊന്നും യാതൊരു സെൻസസും ഉണ്ടാവില്ല, റിയാക്ഷൻ ഉണ്ടാവില്ല. അതാണ്. അപ്പോൾ മരിച്ചയാളെന്ന് സാധാരണ പരിശോധിക്കുന്നത് ഒന്ന് ഇതാണ്, ശ്വാസോച്ഛ്വാസം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് മൂക്കിൻ്റെ ഭാഗത്ത് നോക്കുന്നു. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ചെസ്റ്റ് വാള് ഉയരുകയും താഴുകയും ചെയ്യുന്നുണ്ടോ, അങ്ങനെ റെസ്പിറേഷൻ ഉണ്ടോ എന്ന് നോക്കുന്നു. രണ്ടാമത്തേത് സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടോ എന്നുള്ളത്. അത് സാധാരണ ഇതിൽ അങ്ങനെ പരിശോധിക്കാറില്ല. അതുകൊണ്ടോന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് നോക്കണം. അതുകൊണ്ട് മരിക്കാത്തതാണോ അല്ലയോ എന്നറിയാത്തതുകൊണ്ട് ചെയ്യുന്നില്ല. പക്ഷേ ആ സർക്കുലേഷൻ നിന്നിട്ടുണ്ടാവും. മൂന്നാമത്തേത് ഇതാണ് സെൻസിബിലിറ്റി. അത് വളരെ സെൻസിബിൾ ആയിട്ടുള്ള പാർട്ടുകൾ, ബോഡിയുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്ടിൽ ഐദർ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ടച്ച് ചെയ്യുന്നു, സ്ക്രാച്ച് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചെയ്ത് നോക്കും. അല്ലെങ്കിൽ ഈവൻ ചൂട് തണുപ്പ് ഒക്കെ അടുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഷോക്ക്, ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാലും യാതൊരു അനക്കവും ഉണ്ടാകുന്നില്ലെങ്കിൽ that is a clear sign of death and the stoppage of sensibility. അത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളത്. ദെൻ വോളണ്ടറി പവർ. വോളണ്ടറി പവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസിൽസ്, ഇപ്പോൾ കൈ ഉയർത്തി വെച്ച കൈ താഴത്തേക്ക് പോകും. അപ്പോൾ ഇപ്പം സാധാരണ ഇങ്ങനെ കൈ നീട്ടി വെച്ചിരിക്കുന്ന കൈ ഇങ്ങനെ പൊക്കി നോക്കിയിട്ട് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴേക്ക് പോകുന്നു. വോളണ്ടറി പവർ നഷ്ടപ്പെട്ടിരിക്കുന്നു. ദാറ്റ് ഓൾസോ ഈസ് ആൻ ഇമ്മീഡിയറ്റ് ചേഞ്ച് ആഫ്റ്റർ ഡെത്ത്. ആൻഡ് പ്രധാനപ്പെട്ടതാണ് ഡയലറ്റേഷൻ ഓഫ് പ്യൂപ്പിൾ. ഡയലറ്റേഷൻ ഓഫ് പ്യൂപ്പിളിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഡയലറ്റേഷൻ ഓഫ് പ്യൂപ്പിൾ ക്യാൻ ബി ആർട്ടിഫിഷ്യലി ഇൻഡ്യൂസ്ഡ്. ഇപ്പോൾ നമുക്കറിയാം, സാധാരണ നമ്മൾ ഐ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പരിശോധനയുടെ ഭാഗമായിട്ട് ഒരു മരുന്ന് ഒഴിച്ചിട്ട്, നമ്മുടെ കണ്ണിൽ മരുന്ന് ഒഴിച്ചിട്ട് കണ്ണ് ഡയലറ്റേറ്റ് ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് നോക്കുന്നത്. അപ്പോൾ നമ്മൾ റെറ്റിനയിൽ എന്തെങ്കിലും സ്പോട്സ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കളറുണ്ടോ, ചേഞ്ചസ് ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കണ്ണിൻ്റെ പ്യൂപ്പിൾസ് ഡയലറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് ഒഴിക്കുന്നത്. അത് കെമിക്കൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ സമയത്തേക്ക് അത് ഡയലറ്റേറ്റ് ചെയ്ത അവസ്ഥയിലായിരിക്കും. അപ്പോൾ അങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഡയലറ്റേഷൻ സംഭവിക്കാം. അത് ലിവിങ് ആയിട്ടുള്ളത് തന്നെ. പക്ഷേ നാച്ചുറൽ ആയിട്ടുള്ള ഡയലറ്റേഷൻ അത് ആഫ്റ്റർ ഡെത്ത്, അതായത് നമ്മളെ കണ്ണിലെ മസിൽസ് ഫങ്ഷൻ കൊണ്ടാണ് കണ്ണിൻ്റെ പ്യൂപ്പിൾസ് ചുരുങ്ങിയിരിക്കുന്നത്. ലെൻസ്, അപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു കണ്ണിൻ്റെ ലെൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ക്യാമറ. ആൻഡ് ക്യാമറയും കണ്ണിൻ്റെ ലെൻസും തമ്മിലുള്ള വ്യത്യാസം വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിൻ്റെ ലെൻസ് മസിൽ ഫങ്ഷൻ കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ചുരുങ്ങുകയും വലുതാകുകയും ചെയ്യുന്നു, ലൈറ്റിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ട്. ലൈറ്റ് കൂടുതലുണ്ടെങ്കിൽ ആ ലെൻസ് ചുരുങ്ങി വരുന്നു, ലൈറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ലൈറ്റ് ഉള്ളിലേക്ക് വിടാൻ വേണ്ടിയിട്ട് ആ പ്യൂപ്പിൾസ് അല്ലെങ്കിൽ ലെൻസ് വലുതാവുന്നു. അപ്പോൾ ആ ഫങ്ഷനാണ് ബോഡിയിൽ. അപ്പോൾ ലൈവായിട്ടാണെന്നുണ്ടെങ്കിൽ അത് ഇൻവോളണ്ടറി ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരു ആക്ഷനൊന്നും ചെയ്യണ്ട. കണ്ണ് ചുരുക്കാനോ അല്ലെങ്കിൽ ലെൻസ് ചുരുക്കാനോ അല്ലെങ്കിൽ വലുതാക്കാനോ ആയിട്ട് നമ്മളും ചെയ്യുന്നത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ട് ചുരുങ്ങിയും വലുതാകുകയും ചെയ്യുന്നതാണ്. അപ്പോൾ കണ്ണിലെ ചെറിയ മസിൽസ്, അതിനുള്ള മസിൽസിന്റെ ഫങ്ഷൻ കൊണ്ടാണ് ഈ ആക്ഷൻ സംഭവിക്കുന്നത്. ആ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മസിൽ ആക്ഷൻ അവിടെ തീർന്നു. അതോടുകൂടിയിട്ട്, അതായത് ചുരുക്കാൻ വേണ്ടിയിട്ടാണ് ആ മസിൽസിന്റെ ഫങ്ഷൻ നിൽക്കുന്നത്. ആ ചുരുക്കുന്ന ആ മസിൽസിന്റെ ഫങ്ഷൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡയലറ്റേഷൻ സംഭവിക്കുന്നതാണ്. അപ്പോൾ കണ്ണിന്റെ കൃഷ്ണമണി ഇങ്ങനെ ഫുള്ളായിട്ടും ഡയലറ്റേറ്റ് ചെയ്ത് വരുന്നത് മസിൽ ആക്ഷൻ നിൽക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ പൂർണ്ണമായിട്ടും ഡയലറ്റേറ്റ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ക്ലിയർ, ഓൾമോസ്റ്റ് എ ക്ലിയർ ഇൻഡിക്കേഷൻ ഓഫ് ഡെത്ത്, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഈ മസിൽ ആക്ഷന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതായത് ബോഡി ഫങ്ഷൻസ്, അതായത് ബോഡിയിലെ ആക്ഷൻസ്, നമ്മൾ കൈ മടക്കുന്നു, നിവർത്തുന്നു, അല്ലെങ്കിൽ ചുരുട്ടുന്നു, വിരൽ നിവർത്തുന്നു, അല്ലെങ്കിൽ കുനിയുന്നു, നിവരുന്നു, ഇതെല്ലാം മസിൽസിന്റെ ഫങ്ഷൻ കൊണ്ടാണ്. അപ്പോൾ ഈ മസിൽ ഫങ്ഷൻ ചെയ്യുന്നത്, മസിലിന് ഒരു ഫങ്ഷനേ ഉള്ളൂ, അതായത് ചുരുങ്ങുക. മസിൽസിന് അതായത് സ്ട്രെങ്ത് കൊണ്ട് മസിൽ ചുരുങ്ങുമ്പോഴാണ് ഓരോ ആക്ഷനും സംഭവിക്കുന്നത്. അതായത് ഇപ്പം കൈ നിവർത്തുന്നതാണെന്നുണ്ടെങ്കിലും മസിൽ എക്സ്പാൻഡ് ചെയ്യുന്നതുകൊണ്ടല്ല, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മസിൽ. അതായത് ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഈ കൈ മടക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ മസിൽ ചുരുങ്ങുന്നതുകൊണ്ടാണ്, ചുരുങ്ങുമ്പോൾ ഉള്ള പുള്ളിങ് എഫക്റ്റ് കൊണ്ടാണ് കൈ ഉള്ളിലേക്ക് മടങ്ങുന്നത്.
ആ സമയം കൈ നിവരുന്നത് ഈ മസിൽ കൊണ്ടല്ല, ഈ മസിൽ നിവരുന്നതുകൊണ്ടല്ല, അതിന് കൈയുടെ അടിഭാഗത്തുള്ള മസിൽസ്, ഈ നിവർന്നിരിക്കുന്ന ആ മസിൽ ചുരുങ്ങുമ്പോഴാണ് കൈ നിവരുന്നത്. അപ്പോൾ ഈ മസിൽസിന്റെ എല്ലാത്തിൻ്റെയും ഫങ്ഷൻ എന്ന് പറയുന്നത് ആക്ഷൻ സംഭവിക്കുന്നത് ആ മസിൽസ് ചുരുങ്ങുന്നതുകൊണ്ടാണ്. അപ്പോൾ ഓരോ ആക്ഷനും അത് റിവേഴ്സ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് മസിൽസ് ആണ്. ഓരോ ഫങ്ഷൻ, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉള്ള ബോഡി പാർട്ടിൽ മസിൽസ് ആണ് ഏറ്റവും കൂടുതലാണ്. ബോൺസിനേക്കാളും അല്ലെങ്കിൽ ഇന്റേണൽ ഓർഗൻസിനേക്കാളും കൂടുതലും ഒക്കെ മസിൽസ് ആണ്. 650 മസിൽസ് ഓരോ ഫങ്ഷൻസിനും വേണ്ടിയിട്ട് ഈ മസിൽസ്, ചെറിയ മസിൽസും വലിയ മസിൽസും, ആ മസിൽസിന്റെ ചുരുങ്ങലിലാണ് ഈ ഓരോ ആക്ഷനും സംഭവിക്കുന്നത്. ഓക്കെ, സന്ദേശ് സാർ. സാർ എന്റെ ഡൗട്ട് എന്ന് പറയുന്നത്, സാറേ നമ്മള് ഈ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജീവിക്കുന്നുണ്ടല്ലോ വെന്റിലേറ്ററിന്റെ സഹായത്തോട്, അതിന്റെ ഒരു ഇതൊന്ന് പറഞ്ഞാൽ. ഓക്കെ. അതായത് നമ്മളെ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മളെ എന്താ സെൻട്രൽ നെർവസ് സിസ്റ്റം, അതായത് ബ്രെയിനും നമ്മളെ സ്പൈനൽ കോഡും പിന്നെ ബോഡിയിലെ പാർട്ട്, അതായത് നമ്മൾ അതിന്റെ ഫങ്ഷൻ ഒന്ന് മനസ്സിലാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഏറ്റവും CPU, കമ്പ്യൂട്ടറിന്റെ CPU പോലെ ഏറ്റവും ഉള്ളിലുള്ള സാധനം ബ്രെയിൻ. ആ ബ്രെയിനിൽ നിന്നാണ് നമുക്ക് ഉള്ള കമാൻഡ്സ് പോകുന്നത്. ആ കമാൻഡ്സ് പോകുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെർവുകളിൽ കൂടി. ആ നെർവ് ബ്രെയിനിന്റെ താഴ്ഭാഗത്തുനിന്ന് സ്പൈനൽ കോഡ് ഒറ്റ, അതായത് നമ്മളെ വീട്ടിലെ ഒരു വയറിങ്ങിന്റെ ആണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ബോക്സിന്റെ അവിടുന്ന് കുറെ വയറുകൾ ഒരുമിച്ച് ഇങ്ങനെ പോകുന്ന പോലെ പോകുന്നു. അത് പിന്നെ ഓരോ ഭാഗത്തേക്കും ബ്രാഞ്ച് ഔട്ട് ചെയ്തിട്ട് ശരീരത്തിന്റെ ഓരോ പാർട്ടിലേക്കും ഈ നെർവ് എത്തുന്നു. ആ നെർവിൽ കൂടിയാണ് ഓരോ കമാൻഡും, ബോഡി ഫങ്ഷൻസിന് വേണ്ട കമാൻഡുകൾ പോകുന്നത്. ആണ് അതിന്റെ ഒരു ബേസിക് ആയിട്ട്. അപ്പം CNS, സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്, അതാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോ ഈ നെർവ്സ് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ബ്രാഞ്ച് ഔട്ട് ചെയ്തിട്ട് ഈ സെൻസസ്, ഓരോ കമാൻഡുകൾ ഫോർവേഡ് ചെയ്യണേ. അപ്പം ബ്രെയിൻ ഡെഡ് ആവുന്നതോടുകൂടിയിട്ട് ആ കമാൻഡുകൾ പിന്നെ പോകാതെ ആവുന്നു. പക്ഷേ എന്നാലും ആർട്ടിഫിഷ്യലായിട്ട് ലൈഫ് നിലനിർത്താൻ പറ്റും. ഞാൻ പറഞ്ഞു 3 ഫങ്ഷൻസ്, വൈറ്റൽ ഫങ്ഷൻസ്, അതായത് ബ്രെയിൻ ഫങ്ഷൻ, റെസ്പിറേഷൻ ആൻഡ് സർക്കുലേഷൻ. ഇത് 3ഉം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തെങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടും ഡെത്ത് സംഭവിക്കുന്നുള്ളൂ. അപ്പൊ ഇതിൽ ഒരെണ്ണം, ബ്രെയിൻ ഡെഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് 2 ഫങ്ഷൻസിനെ ആർട്ടിഫിഷ്യലായിട്ട് കണ്ടിന്യൂ ചെയ്യിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ബോഡി കംപ്ലീറ്റ് ഡെത്തിലേക്ക് പോകാതിരിക്കും. അപ്പോൾ ബ്രെയിൻ ഡെത്തോട് കൂടിയിട്ട് ബ്രെയിൻ ചെയ്യുന്ന ഫങ്ഷൻസ് നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ബ്രെയിനിന്റെ ആ ഫങ്ഷൻസ് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ബാക്കി കാര്യങ്ങൾ ബ്രെയിനിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ബാക്കിയുള്ള ഫങ്ഷൻസ് നിലനിർത്താൻ വേണ്ടിയിട്ട് അതിന് വെന്റിലേറ്റർ, ഹാർട്ട് ലങ് മെഷീൻ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട്, അപ്പോൾ ഹാർട്ടിന്റെ ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ഇങ്ങനെയുള്ള ഫെസിലിറ്റി, അതേപോലെ റെസ്പിറേഷൻ, ലങ്സിന്റെ ഫങ്ഷൻസ്, ഈ കാര്യങ്ങൾ എല്ലാം വേറെ മെഷീനറി ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി ഇൻടാക്റ്റ് ആയിട്ട് ഇരിക്കും. പക്ഷേ അത് നമ്മൾ ചില താൽക്കാലികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ച്വൽ ഡെത്ത്, ബോഡിയുടെ ഡിസിൻറ്റിഗ്രേഷൻ ഡിലേ ചെയ്യിക്കുന്നതാണ്. പ്രധാനമായിട്ടും ഇത് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ചില ഓർഗൻസ് ലൈവായിട്ടുള്ള ബോഡിയിൽ നിന്ന് എടുത്തെങ്കിൽ മാത്രമേ, പ്രധാനമായിട്ടും ഹാർട്ട് ലൈവായിട്ടുള്ള ബോഡിയിൽ നിന്ന് എടുത്തെങ്കിൽ മാത്രമേ വേറൊരാളുടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ചില ഓർഗൻസ്, ഉദാഹരണം കണ്ണ് മരണത്തിന് ശേഷം 2 മണിക്കൂറിനുള്ളിലൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ വേറെ കുഴപ്പം സംഭവിക്കുന്നില്ല, അത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ കിഡ്നി, ഇതങ്ങനെ ഓരോന്നും പ്രിസർവ് ചെയ്തിട്ട് ട്രാൻസ്പ്ലാന്റബിൾ കണ്ടീഷനിൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാലും ആക്ച്വൽ ഡെത്ത് ഡിലേ ചെയ്യിക്കുന്നത്. അപ്പോൾ അതാണ് ഈ വെന്റിലേറ്ററിന്റെ ഒക്കെ സഹായത്തോടു കൂടിയിട്ട് അങ്ങനെ ആക്ച്വൽ ഡെത്ത് പ്രൊലോങ് ചെയ്യിക്കുന്നത്. അത് പക്ഷെ ഒരിക്കലും തിരിച്ചു വരില്ല. അതായത് ബ്രെയിൻ കംപ്ലീറ്റ് ആയിട്ടും ഡെഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫിലേക്ക് തിരിച്ചു വരില്ല. ബ്രെയിൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് വേറെ ബ്രെയിൻ വെക്കുന്നത് അതൊന്നും ഇതുവരെ പ്രാക്ടിക്കൽ ആയിട്ടുമില്ല. അപ്പോൾ ഒരു ബ്രെയിൻ കംപ്ലീറ്റ് ആയിട്ട്
ഫങ്ഷനിങ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരണം സുനിശ്ചിതമാണ്. പക്ഷേ മരണം മറ്റേ 2 ഫങ്ഷൻസും കൂടെ ബാക്കി നിൽക്കുന്നതുകൊണ്ട് മരണം കംപ്ലീറ്റ് ആകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ അഡ്വക്കേറ്റ് നിഷി ചോദിച്ചോളൂ. അതായത് കേൾക്കുന്നുണ്ട് സാർ. അതായത് ഇപ്പം സാർ ഇപ്പൊ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ ബാലൻസ് ആയിട്ട് തന്നെയാണ് അത് വരുന്നത്. അതായത് സസ്പെൻഡഡ് അനിമേഷൻ പറഞ്ഞിരുന്നല്ലോ, സസ്പെൻഡഡ് അനിമേഷൻ. അത് അപ്പൊ ആ സ്റ്റേജില് നമ്മള് പിന്നെ അങ്ങനെ ആ സസ്പെൻഡഡ് അനിമേഷൻ ആയിട്ടുള്ള ഒരാളിനെ വെന്റിലേറ്ററിൽ അല്ലേ കടത്തി വിടുവോ? അല്ല, സസ്പെൻഡഡ് ആനിമേഷൻ എന്ന് പറയുന്നത് ഇപ്പം ഇതിന് മുമ്പ് ചോദിച്ച ചോദ്യത്തിന് ഒരു വ്യത്യാസമുണ്ട്. അതായത് മുമ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു, അതിനുശേഷം ബോഡി ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ സപ്പോർട്ട് കൂടിയിട്ട് ബോഡിയുടെ ആക്റ്റീവ് ഫങ്ഷൻസ് നിലനിർത്തി ബോഡി ടിഷ്യൂസ് പ്രിസർവ് ചെയ്യുന്ന അല്ലെങ്കിൽ ബോഡിയിലെ ഇന്റേണൽ ഓർഗൻസ് പ്രിസർവ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് മുമ്പത്തെ ചോദ്യം ചോദിച്ചത്. അതേസമയം സസ്പെൻഡഡ് ആനിമേഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. സസ്പെൻഡഡ് ആനിമേഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ ബോഡി വിൽ ഗോ ഇൻ ടു എ പൊസിഷൻ വേർ ബോഡിയിലെ വൈറ്റൽ ഫങ്ഷൻസ് എല്ലാം പരമാവധി കുറഞ്ഞിട്ട് that will give an impression that this body is almost dead. പുറമേക്ക് നോക്കുമ്പോൾ നമ്മൾ സാധാരണ ഇതിൽ കാണുന്ന ബോഡിയുടെ വൈറ്റൽ ഫങ്ഷൻസ് ആയിട്ടുള്ള ഇപ്പോൾ റെസ്പിറേഷൻ ഓൾമോസ്റ്റ് സീറോ ആയിരിക്കും. പെർസെപ്റ്റബിൾ ആയിട്ടുള്ള തിരിച്ചറിയാവുന്ന രീതിയിലുള്ള റെസ്പിറേഷൻ നടക്കുന്നുണ്ടാവില്ല. അതേപോലെ ഈവൻ ബോഡി ഫ്ലൂയിഡ്സിന്റെ മൂവ്മെന്റ്സ് സർക്കുലേഷൻ വളരെ സ്ലോ ആയിരിക്കും. അതേപോലെ റിഫ്ലക്സ്, അതായത് ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാനായിട്ടുള്ള ബോഡിയിലെ റിഫ്ലക്സസ് ഒക്കെ ഓൾമോസ്റ്റ് ആബ്സെന്റ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾക്ക് മരിച്ചതാണ് എന്ന് തോന്നുന്ന ഒരു ഇംപ്രഷൻ, അതായത് ആക്ച്വലി മരണം സംഭവിച്ചിട്ടില്ല, വളരെ ഈവൻ ടെമ്പറേച്ചറും വളരെ താന്നു പോയിട്ടുണ്ടാവും. മനസ്സിലായി ചോദ്യം മനസ്സിലായി, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ബോഡിയിലെ ടെമ്പറേച്ചറും വളരെ താന്നുണ്ടാകുന്ന മരിച്ചതാണോ എന്ന് നോക്കാൻ വേണ്ടി ബോഡിക്ക് ചൂടുണ്ടോ എന്ന് നോക്കുമ്പോൾ തണുത്തിരിക്കും. പക്ഷേ ആക്ച്വലി ഡെത്ത് സംഭവിച്ചിട്ടുണ്ടാവില്ല. അതൊരു റിവേഴ്സിബിൾ കണ്ടീഷനാണ്. വേറാസ് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബ്രെയിൻ വിൽ നോട്ട് റിവൈവ്. സസ്പെൻഡഡ് ആനിമേഷനിൽ ഇറ്റ് ഈസ് എ റിവേഴ്സിബിൾ കണ്ടീഷൻ. മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവിടെ അത് നിന്നിട്ട് ബോഡി ഫങ്ഷൻസ് അവിടെ നിന്ന് കഴിഞ്ഞിട്ട് പക്ഷെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം തണുപ്പുകൊണ്ട് ഇത് പല കാരണം കൊണ്ടാണ് സംഭവിക്കുക. ഒന്നെങ്കിൽ ചൂടുകൊണ്ട്, തണുപ്പുകൊണ്ട്. ഉദാഹരണത്തിന് നന്നായിട്ട് തണുത്ത അറ്റ്മോസ്ഫിയറിൽ ഐസിലും ഒക്കെ വീണ് കിടക്കുന്ന ആള് മരിച്ചിട്ടുണ്ടാകില്ല, പക്ഷെ സസ്പെൻഡഡ് ആനിമേഷണൽ കണ്ടീഷനിലായിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ വേറൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ബോഡിയുടെ ചൂടും അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട്, അതേപോലെ ഹാർട്ട് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഹാർട്ടിനെ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അഗ്രസീവായിട്ട് മസാജ് ചെയ്യുന്നു, അല്ലെങ്കിൽ CPR കൊടുക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് കൊടുത്തിട്ട് ഇങ്ങനെ ഓരോന്നിനെ റിവൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന കണ്ടീഷനാണ്. അങ്ങനത്തെ കണ്ടീഷൻ ഉള്ളതിനെയാണ് സസ്പെൻഡഡ് ആനിമേഷൻ എന്ന് പറയുന്നത്. ആനിമേഷൻ ഈസ് ഓൾമോസ്റ്റ് സസ്പെൻഡഡ് കണ്ടീഷൻ, പക്ഷേ ഇറ്റ് ഈസ് പോസിബിൾ ടു റിവൈവ്. പക്ഷേ ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിവൈവ് ചെയ്യാൻ പറ്റുന്നതല്ല. ആ കേസിൽ മറ്റ് ഫങ്ഷൻസ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ വെന്റിലേറ്ററോ ഇല്ലെന്നുണ്ടെങ്കിൽ അതുപോലത്തെ ഉള്ള എക്സ്റ്റേണൽ സപ്പോർട്ട് സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഇത് അങ്ങനെയല്ല. സസ്പെൻഡഡ് അനിമേഷനിൽ ഇരിക്കുന്ന ഒരാളെ വെന്റിലേറ്ററിൽ കയറ്റിയാൽ അവിടെ മാനിപ്പുലേഷൻ അവർക്ക് നടത്തിയാൽ നമ്മൾ എങ്ങനെ അറിയും? മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമോ ഡോക്ടേഴ്സിന് വെന്റിലേറ്ററിൽ കയറ്റുന്നു എന്ന് പറയുന്ന സസ്പെൻഡഡ് അനിമേഷൻ സ്റ്റേജിൽ? ഇത് എന്റെ ഒരു ഏരിയ അല്ല, അതുകൊണ്ട് ഞാൻ ആദ്യമേ മുൻകൂർ ഞാനൊരു ഡോക്ടറല്ല, ഞാനൊരു വക്കീൽ മാത്രമാണ്. അപ്പൊ എനിക്ക് പരിമിതമായ അറിവ് വെച്ചിട്ട്, അതായത് ക്ലാസ്സിന് വേണ്ടിയിട്ട് ഞാൻ പഠിച്ച കാര്യങ്ങൾ അതിനപ്പുറത്തേക്കുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ഒന്ന് എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല, രണ്ടാമത് ഞാനത് പറയാൻ പാടില്ല. കാരണം വെച്ചാൽ എക്സ്പേർട്ട് അല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പറയാനും പാടില്ല. അതുകൊണ്ട് ആ ഏരിയയിലേക്ക് ഞാൻ കടക്കുന്നേ ഇല്ല. ഇന്നത്തെ നമ്മുടെ കേൾക്കാൻ കഴിയുന്നുണ്ട് സർ? ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഫോറൻസിക് മെഡിസിൻ ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന ടോപ്പിക്കില് ഫോറൻസിക് മെഡിസിൻ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്നുള്ളതും ശരീരശാസ്ത്രത്തിന്റെ കാര്യങ്ങളുമാണ് സാറ് നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത്. ഫോറൻസിക് റിപ്പോർട്ട് അല്ലെങ്കിൽ ആ ക്ലിനിക്കലായി ഡയഗ്നോസ് ചെയ്യുന്ന ആ റിപ്പോർട്ട്, ഹൗ ഫാർ ഇറ്റ് ഈസ് യൂസ്ഫുൾ
ഇൻ ജസ്റ്റിസ് ഡെലിവറിംഗ് സിസ്റ്റം എന്നുള്ളതാണ് ആക്ച്വലി നമുക്ക് പ്രധാനമായി പറയേണ്ടത്. MLC കേസ്, മെഡിക്കൽ ലീഗൽ കേസസ്. അത് വരും ദിവസങ്ങളിൽ സാറുമായി സംസാരിച്ച സാറിന്റെ ഒരു സൗകര്യപ്രദമായ ക്ലാസ്സോടുകൂടി നമുക്ക് ഈ ഏരിയ കവർ ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാറിന്റെ എത്രയും വിലപ്പെട്ട സമയം ഈ ദിവസം സംസ്ഥാന ബാർ കൗൺസിലിനും സെമിനാർ കമ്മിറ്റിക്കും നമ്മുടെ പാർട്ടിസിപ്പൻസിനും വേണ്ടി വിനിയോഗിച്ചതിൽ ഉള്ള അകമഴിഞ്ഞ നന്ദി ബാർ കൗൺസിലിന് വേണ്ടി സാറിനെ അറിയിക്കുകയാണ്. ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പാർട്ടിസിപ്പൻസ് അടക്കമുള്ള എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നാളത്തെ നമ്മുടെ ക്ലാസ് ജസ്റ്റിസ് ബി രാംകുമാർ സാർ, ഫോർമർ ജഡ്ജ് ഹൈക്കോർട്ട് ഓഫ് കേരളയാണ് എടുക്കുന്നത്. ടേക്കിംഗ് കോഗ്നിസൻസ് ഓഫ് ആൻ ഒഫൻസ് ബൈ എ മജിസ്ട്രേറ്റ് എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്. അപ്പോൾ ആ വൈകുന്നേരം 7 മണിക്കാണ്. കൃത്യസമയത്ത് തന്നെ നമുക്ക് ആരംഭിക്കാൻ കഴിയണം. വീണ്ടും ആവർത്തിക്കുന്നു, ഇന്ററാക്ഷൻ സെക്ഷൻ നമ്മുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് മാത്രമേ നിർത്താവൂ. അതിനപ്പുറത്തേക്ക് അത് കൊണ്ടുപോകരുത് ദയവായി എന്ന് മാത്രം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാമെന്ന് സാറിന് നന്ദി, നമസ്കാരം. എല്ലാവർക്കും നന്ദി. ഗുഡ് നൈറ്റ്. Thank you, Gracious sir. Thank you very much. Thank you.